സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള 2024 കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി ഭേദഗതി ബിൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2024 കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി ഭേദഗതി ബിൽ പരിഗണനയ്ക്കെടുക്കുന്നത് പ്രമേയം അവതരിപ്പിക്കേണ്ടതാണ്. സർ, സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2024 കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി ഭേദഗതി ബിൽ പരിഗണനയ്ക്കെടുക്കണമെന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു. പ്രമേയത്തെ പിന്താങ്ങേണ്ടതാണ്. ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങേക്ക് സംസാരിക്കാമോ? സാർ, ഇത് കഴിഞ്ഞ ആഴ്ച ഇവിടെ സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കാനായിട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ്. അന്നംഗങ്ങളും പറഞ്ഞു, സബ്ജക്ട് കമ്മിറ്റി ചർച്ച ചെയ്തതാണ്. ഇത് ചരക്ക് സേവന നികുതി സംവിധാനം വന്നതിന് ശേഷം പല മേഖലകളിലുള്ള അമെൻമെൻറ്റുകളും നികുതി സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സംവിധാനത്തിനകത്ത് ഈ ഓൺലൈൻ ഗെയിമിങ് തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചൊരു പുതിയ നികുതി റേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് സർ. നേരത്തെ ഈ സർവീസ് ടാക്സിനനുസരിച്ചായിരുന്നു ഇതുണ്ടായിരുന്നത്. കേരള ഇപ്പം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വന്നപ്പോഴാണ് ഈ സർവീസ് ഈ പൊതുവിൽ GSTയുടെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ അതിന് നേരത്തെ ഉണ്ടായിരുന്ന നികുതി നമ്മുടെ സംസ്ഥാനത്ത് ഉള്ള ലോട്ടറി പോലെയൊക്കെ ഉള്ളത് ഈ എൻട്രിക്കകത്ത് വരുന്നതാണ്. ആ എൻട്രിക്കകത്ത് പല ഐറ്റങ്ങളായിട്ട് വരുമ്പോൾ നേരത്തെ ഓൺലൈനും ഗെയിമിങ്ങും മറ്റും കാര്യങ്ങൾ വരുന്നത് 18% നികുതിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് GGRനായിരുന്നു, അതിൻ്റെ ആകെ ഫേസ് വാല്യൂവിനല്ല. ഇപ്പോൾ ടാക്സ് സംബന്ധിച്ചുള്ള റേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് അത് 28% അത് വിശദമായി പഠിക്കാനായിട്ട് മന്ത്രിതല GST കമ്മിറ്റിയിലെ GST കൗൺസിലിലെ വിവിധ സ്റ്റേറ്റുകളിലെ മന്ത്രിമാർ, അതൊന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന 2-3-4 മന്ത്രിമാരടങ്ങുന്നൊരു കമ്മിറ്റി വെച്ച്, അത് മിസോറാമിൻ്റെ മേഘാലയയുടെ ചീഫ് മിനിസ്റ്റർ അധ്യക്ഷനായൊരു കമ്മിറ്റി ആയിരുന്നു. ആ കമ്മിറ്റി സ്റ്റഡി ചെയ്ത് ഉള്ള റിപ്പോർട്ട് കൊണ്ടുവന്നു. അതിനകത്ത് വലിയ ചർച്ചകൾ നടന്നു. ദീർഘമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ GGR വേണം. അതായത് ഒരാൾ 1000 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താൽ അതിനകത്തുനിന്ന് അയാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് 500 രൂപയാണെങ്കിൽ 500 രൂപയ്ക്ക് ടാക്സ് ആവാതെ തുടങ്ങിയ കാര്യങ്ങൾ അടക്കമുള്ള ചർച്ചകൾ നടത്തിയിട്ട് അത് പറ്റില്ല, ഫേസ് വാല്യൂ തന്നെ ആവണം എന്നതിൽ വന്നു. ഇത് സംബന്ധിച്ച് തീരുമാനം വന്നു. ഓർഡിനൻസ് ഇറക്കിയ എല്ലാ സ്റ്റേറ്റുകളും. ഇത് കേരളത്തിൽ നമ്മളൊരു പ്രധാനപ്പെട്ട കൺസേൺ ഉണ്ടായിരുന്നു. നമ്മളിവിടെ ഓൺലൈൻ ഗെയിമിങ്ങിന് താല്പര്യമില്ല, പ്രത്യേകിച്ച് ഓൺലൈൻ മണി ഗെയിമിങ്ങിന് നമുക്ക് താല്പര്യമില്ല. നമ്മൾ ഓൺലൈൻ ലോട്ടറി മുമ്പ് നിരോധിച്ചതാണ്. തമിഴ്നാട് അതിശക്തമായിട്ട് ഈ കാര്യം പറഞ്ഞു, മഹാരാഷ്ട്ര പറഞ്ഞു. അപ്പോൾ അതിനകത്ത് അവിടുന്ന് ഒരർപ്പ് കിട്ടി. നമ്മളിത് നിയമം എന്ന് പറയുന്നത് ടാക്സ് സംബന്ധിച്ച റേറ്റ് ഫിക്സ് ചെയ്യാനാണ്. ആ റേറ്റ് പൊതുവിൽ ഫിക്സ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇത് ഇവിടെ കളിക്കണ്ട എന്ന് തീരുമാനിക്കുന്നതിന് നിരോധിക്കാനുള്ള നിയമം ഇതിനകത്ത് കൊണ്ടുവരാനുള്ള റൂള് കൊണ്ടുവരാനുള്ള പ്രൊവിഷൻ ഇതിനകത്തുണ്ട്. ഉദാഹരണത്തിന് കർണാടകത്തിൽ കുതിരപ്പന്തയം അവിടെ അംഗീകൃതമാണ്. പക്ഷേ ഈ ഗോവയിലെ പോലെ കാസിനോസ് ഇല്ല, ലോട്ടറി ഇല്ല. അപ്പം നിരോധിക്കാൻ അതിനകത്ത് പ്രൊവിഷനുണ്ട്. ഈ പ്രൊവിഷനെ സംബന്ധിച്ച് അതിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമുക്കത് നിരോധിക്കാൻ തടയാനുള്ള പ്രൊവിഷൻ അതിനകത്തുണ്ട്. പക്ഷേ റേറ്റ് എത്രയാണ്? നേരത്തെ 18% ആയിരുന്നു, അത് GGRലായിരുന്നു. അത് മാറി കുറച്ചുകൂടി അധികം ടാക്സ് വരുന്ന ഒരു റേറ്റ് ഫിക്സ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ബേസിക്കായ കാര്യം. ചർച്ച നടന്നതാണ്. നമ്മൾ സബ്ജക്ട് കമ്മിറ്റിയിലും ഈ കാര്യം ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് ആ ഒരു അമെൻമെൻറ്റാണ്. നേരത്തെ നമ്മൾ ഓർഡിനൻസ് ഇറക്കിയിരുന്നു. ആ ഓർഡിനൻസ് ബില്ലാക്കുന്നു എന്നുള്ളതാണ് സർ ഈ അമെൻമെൻറ്റിൻ്റെ ഉദ്ദേശം. അത് പരിഗണനയ്ക്കായിട്ട് വിട്ടു. ഇനി 2024 കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി ഭേദഗതി ബിൽ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ടിന് വിയോജനക്കുറിപ്പ് നൽകിയിട്ടുള്ള താഴെ പറയുന്ന നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സാർ, ഞാനിത് 2ാം പ്രാവശ്യമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. അതിനോടൊപ്പം ഞങ്ങളുടെ സബ്ജക്ട് കമ്മിറ്റി കൂടിയ സമയത്ത് ആ സന്ദർഭത്തിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഒരു കാര്യത്തിനകത്ത് യാതൊരു കാരണവശാലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞു, അവിടെ പാസ്സാക്കിയാലും ഇവിടെ നിയമത്തിൽ വന്നാലും റൂള് കൊണ്ടുവന്ന് നമുക്കതിനെ റീപ്ലേസ് ചെയ്യാം, അതിനെ ഓവർലുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. എനിക്ക് ആ നിയമം അങ്ങ് പറഞ്ഞതുപോലെയാണെങ്കിൽ ബോധ്യപ്പെടുന്നില്ല. ഒരു നിയമം പാസ്സാക്കിയതിന് ശേഷം പിന്നെ റൂൾ കൊണ്ടുവന്ന എങ്ങനെയാണ് നിയമത്തെ നമുക്ക് മറികടക്കാൻ പറ്റുമോ? അപ്പോൾ നിയമം പാസ്സാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന തമിഴ്നാടിൻ്റെ ഉദാഹരണം നിൽക്കുകയാണ്. സാർ, തമിഴ്നാട് ഇത് ഒരു വലിയ ലോബിയുടെ ഏർപ്പാടാണ്. തമിഴ്നാട്ടിൽ ഇതേ ലോബി ഇതേ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ട് അവരെന്ത് ചെയ്തു? അവർ നിരോധിച്ചു. സാർ, ഇവിടെ പ്രധാനപ്പെട്ട ചെറിയ വാക്കുകളിൽ അത് പറഞ്ഞാൽ പോരാ.
അത് ഈ സമൂഹത്തിൽ ദീർഘകാലമായി ഉണ്ടാകാൻ പോകുന്ന റിപ്രകാഷനെ കുറിച്ച് നമുക്കൊരു ആലോചന വേണ്ടേ? സാർ, ഇവിടെ വാതുവയ്പ്, കാസിനോകൾ, ചൂതാട്ടം, കുതിരപ്പന്തയം, ഭാഗ്യക്കുറി അല്ലെങ്കിൽ ഓൺലൈൻ മണി ഗെയിമിംഗ്. സാർ, ഇത് ഈ 4-5 കാര്യം അതിനകത്ത് സത്യം പറഞ്ഞാൽ കുതിരപ്പന്തം എവിടില്ല, അത് ഗോവയിൽ മാത്രമാണ്, എവിടെയാവട്ടെ. സാർ, ഒരു നിയമത്തിനകത്ത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തീരുമാനമെടുത്താൽ പിന്നീട് ആ നിയമത്തിൻ്റെ വഴിക്കല്ലേ പോകൂ. റൂള് കൊണ്ട് തന്നെ നമുക്ക് മറികടക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് ആ നിയമം നമ്മുടെ ഈ നിയമസഭ മനസ്സറിഞ്ഞ് പാസ്സാക്കരുത് എന്ന് തന്നെയാണ് ഞങ്ങൾ സബ്ജക്ട് കമ്മിറ്റിയിൽ പറഞ്ഞത്. അതുതന്നെയാണ് നിയമസഭയിൽ നേരത്തെ പറഞ്ഞത്. അതിനെക്കുറിച്ചാണ് സത്യം പറഞ്ഞ ഇവിടെ വീണ്ടും ചർച്ചയിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മളിപ്പോൾ ഒരു മൊറാലിറ്റിയുടെ പ്രശ്നമില്ലേ? നമ്മൾ ജനാധിപത്യത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു മൊറാലിറ്റിയുടെ പ്രശ്നമുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്, ചെയ്യരുതാത്ത കാര്യങ്ങളുണ്ട്. ചെയ്യരുതാത്ത കാര്യങ്ങളിൽ പെട്ടതാണ് അങ്ങിവിടെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും. അങ്ങനെ ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നില്ല. പക്ഷേ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അങ്ങും ഇതിന് കണ്ണടച്ചോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വാതുവെപ്പ്, നമുക്ക് ഈ നിയമത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് എന്താ കാസിനോകൾ കൂടിയേ മതിയാകൂ എന്നൊരു തീരുമാനം കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ എടുക്കാൻ പറ്റുമോ? സാർ, ചൂതാട്ടം ലീഗലൈസ് ചെയ്യാൻ പറ്റുമോ? ലീഗലൈസ് ചെയ്യാതെ തന്നെ സത്യം പറഞ്ഞാൽ നമ്മളുടെ സമൂഹത്തിലുണ്ടാകുന്ന റിപ്രകാഷൻസ് അങ്ങേക്ക് അറിയാവുന്നതല്ലേ? അത് നിയമപരമായി അംഗീകരിച്ചാലോ കുതിരപ്പന്തയം ഇവിടെ നാട്ടിലില്ല. പക്ഷേ ഈ പറയുന്ന ഓൺലൈൻ മണി ഗെയിമിങ് അത് നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? സാർ, അതിന് നിയമപരമായ ഒരു നിബന്ധന കൂടി, ആ സപ്പോർട്ട് കൂടി കൊടുത്താൽ ഇതെവിടെ പോയി നിൽക്കും എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. സാർ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടെ ഓർമ്മിപ്പിച്ചതാണ്, നമ്മുടെ നാട്ടിൽ ഈ മൊബൈലുകൾ ധാരാളമാണ്. ഇപ്പം ഏതാണ്ട് 1300 കോടി എന്നൊക്കെ ആണ് മൊത്തം ഒരു മൊബൈലുകളുടെ കണക്ക്. അതൊരു കൃത്യമായ കണക്കാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മൊബൈലുകൾ ഈ കേരള സംസ്ഥാനത്ത് തന്നെയുണ്ട്. അങ്ങനെ ഈ ഓൺലൈൻ ഗെയിമുകളെല്ലാം നമ്മൾ സമ്മതിച്ചാൽ അവസാനം വരാൻ പോകുന്ന എവിടെയാണ്? സാർ, സ്കൂളുകളിൽ പോലും കുട്ടികൾക്ക് ഇവിടെ മൊബൈൽ കൊണ്ട് സ്കൂളിൽ ചെല്ലരുത് എന്ന് നിബന്ധന ഇറക്കിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ വകുപ്പ് ഇവിടെ ഉണ്ട്. അവർ പറയുന്നു സ്കൂളുകളിൽ ഇവർ മൊബൈൽ കൊണ്ടുപോകരുത്, മേടിച്ചു വെക്കും. കുട്ടികൾ ഗെയിമിന് വേണ്ടിയാണെങ്കിലും മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് പറയുന്ന രക്ഷകർത്താക്കളുണ്ട്. അതിനെയെല്ലാം നമ്മൾ ലീഗലൈസ് ചെയ്യുന്നതിന് വേണ്ടി, അല്ല അതിനെ മറികടക്കാൻ വേണ്ടി ഇത് ലീഗലൈസ് ചെയ്യുന്നത് ശരിയല്ല. കാരണം സാർ, കേരള നിയമസഭയുടെ ഈ വിശുദ്ധമായ അന്തരീക്ഷം ഇതുപോലെയുള്ള ചൂതാട്ടക്കാർക്ക് വേണ്ടി തുറന്നു കൊടുക്കരുത്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. അങ്ങ് നിയമസഭയ്ക്ക് തന്നിരുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു. ഇതിപ്പോൾ ബില്ല് അല്ല വരുന്നുള്ളൂ, സബ്ജക്ട് കമ്മിറ്റി പോകും, നമുക്ക് സബ്ജക്ട് കമ്മിറ്റിയിൽ വെച്ച് തിരുത്തുണ്ടാക്കാം, അങ്ങനെ ഇതിനെ മറികടക്കാനുള്ള മാർഗം നോക്കാം എന്ന് അങ്ങ് പറഞ്ഞത് ഞാൻ ഇപ്പോഴും അങ്ങ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയാണെന്ന് ഒരിക്കൽ ഈ പാരഗ്രാഫ് അങ്ങ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ B102 ഖണ്ഡികയ്ക്ക് ശേഷം താഴെ പറയുന്ന ഖണ്ഡിക ചേർക്കേണ്ടതാണ് എന്ന് പറയുന്നത് ടോട്ടലായിട്ട് ഡിലീറ്റ് ചെയ്യണം. സാർ, പിന്നെ തമിഴ്നാടിനെ കുറിച്ച് അത് പറയണ്ട. കാരണം GST കൗൺസിൽ തീരുമാനമെടുത്താൽ അവർക്ക് അധികാരമുണ്ട്, അവർക്കത് നിയമം കൊണ്ടുവന്നാൽ പോരെ. അവർക്ക് അധികാരം ഇല്ല. അതുകൊണ്ടാണ് സംസ്ഥാനത്തേക്ക് റെഫർ ചെയ്തത്. സംസ്ഥാനത്തെ റെഫർ ചെയ്യുമ്പോൾ സംസ്ഥാന നിയമസഭയുടെ പവേഴ്സാണ്. ആ പവേഴ്സ് നമ്മൾ ഇതിനു വേണ്ടി ദുർവിനിയോഗം ചെയ്യരുത്. അങ്ങനെ ദുർവിനിയോഗം ചെയ്യാതിരുന്നതിൻ്റെ ഉദാഹരണമാണ് ഞാൻ തമിഴ്നാട് ഗവൺമെൻറ് ചെയ്തത് പറഞ്ഞത്. സാർ, തമിഴ്നാട് ഗവൺമെൻറ് ഇത് വേണ്ടെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഈ ചൂതാട്ട ലോബി അവർ കോടതിയിൽ പോയി. സാർ, കർണാടക ഹൈക്കോടതി പറഞ്ഞു ഇത് തമിഴ്നാട് ഗവൺമെൻറ് പറഞ്ഞത് ശരിയാണ്, ഈ ചൂതാട്ട സമ്മതിക്കേണ്ട, അത് ഈ നിയമത്തിൻ്റെ ഭാഗമാക്കരുത്, അതുകൊണ്ട് അത് റദ്ദാക്കി. സാർ, അത്രയെങ്കിലും നമുക്ക് ചെയ്തുകൂടെ? അപ്പോൾ അതുകൊണ്ട് GST കൗൺസിൽ ആണ് എന്ന് പറഞ്ഞ് അവർക്ക് ഇല്ലാത്തൊരധികാരം വിനിയോഗിക്കാൻ ശ്രമിച്ചാൽ ഈ സ്റ്റേറ്റിലെ 3 കോടിയിലപ്പുറം വരുന്ന ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വർഷത്തിനകത്ത് ഈ നിയമസഭ എടുക്കുന്നതായിരിക്കും ഏറ്റവും ആത്യന്തികമായിട്ടുള്ള തീരുമാനം എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് അങ്ങ് ഇവിടെ നിയമമായിട്ട് വന്നത്. അതുകൊണ്ട് ദയവായിട്ട് ഇത് അങ്ങ് പിൻവലിക്കണം. അങ്ങ് സഭയ്ക്ക് അന്ന് തന്ന ഒരു ഉറപ്പ്, ആ ഉറപ്പ് സബ്ജക്ട് കമ്മിറ്റിയിൽ വെച്ച് മാറ്റും എന്നായിരുന്നു. ആ സബ്ജക്ട് കമ്മിറ്റിയിൽ വെച്ച് മാറ്റുന്ന രൂപത്തിൽ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ദയവായി ഇത്
വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കാം. Yes, thank you. Sri N. Shamsuddin. സർ, ഈ ഫിനാൻസ് ബില്ലിൻ്റെ വിയോജനക്കുറിപ്പിലേക്ക് വന്നാൽ സർ, നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ലാത്ത ഈ ചൂതാട്ടം അതിന് നിയമപരമായി തന്നെ 1960 കേരള ഗെയിമിംഗ് ആക്ട് പ്രകാരം അതിൽ 2005 വരുത്തിയ മാറ്റമൊക്കെ പ്രകാരം ഇത്തരം ചൂതാട്ടങ്ങൾ, ബെറ്റിംഗ്, അതുപോലെ തന്നെ കാസിനോസ്, ഗാംബ്ലിംഗ്, ഹോഴ്സ് റേസിംഗ്, ഇതെല്ലാം ഇത്തരം പ്രവണതകൾ, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഓൺലൈൻ മണി ഗെയിമിംഗ് ഒക്കെ സമൂഹത്തിലുണ്ടാക്കുന്ന ഗുരുതരമായ മാരകമായ പരിക്കുകളെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ അതിനു വേണ്ടിയുള്ള നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നടപടിക്ക് നമ്മൾ കൂട്ടുനിൽക്കുമ്പോൾ അത് ഈ അധാർമികമായ സംഗതികളോടൊക്കെ നമ്മൾ കൂട്ടുനിൽക്കുന്നതിന് സമമായിരിക്കും സാർ. നമ്മുടെ ഈ ബില്ലിൻ്റെ വിശദമായ ചർച്ചയിലേക്ക് വരുമ്പോൾ സാറ്, നമ്മുടെ നാട്ടിലെ കടം പെരുകി ഇപ്പം അങ്ങ് ഇവിടെ അവതരിപ്പിച്ച ഈ വർഷത്തെ ബഡ്ജറ്റിൽ തന്നെ സൂചിപ്പിക്കുന്നത്, ഇപ്പോൾ കേരളം പഴയ കേരളമല്ല എന്ന് പറഞ്ഞു, ഇപ്പം നമ്മുടെ കടം നിൽക്കുന്നത് ആ കാര്യത്തിൽ 4 ലക്ഷം കോടിയാണ്. നിങ്ങളുടെ മാത്രം സംഭാവന 8 കൊല്ലം കൊണ്ട് 2.5 ലക്ഷം കോടിയാണ്. ബഡ്ജറ്റിൻ്റെ കൂടെ സമർപ്പിച്ച മധ്യകാല സാമ്പത്തിക രേഖയിൽ പറയുന്നത് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ അത് 24-25 അത് 4.25 കോടിയാകുന്നു. 26-27 എത്തുമ്പോഴേക്ക് 5,17,433 കോടി രൂപ ആകുന്നതാണ്. അപ്പം നിങ്ങളുടെ ഈ ടേം ഭരണം അവസാനിക്കുമ്പോൾ കേരളത്തിൻ്റെ പൊതുകടം 5 ലക്ഷം കോടിയിലേക്ക് പോവുകയാണ്. ഇത് നാട്ടിലുണ്ടാക്കുന്ന, ഭാവിയിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ സർ, ഈ വർഷം നമ്മൾ കൊടുക്കുന്ന പലിശ 26,843 കോടിയാണ്. 3 വർഷം കൊണ്ട് അത് 36,220 കോടിയായിട്ട് മാറും. സാർ, എവിടേക്കാണ് ഈ പോക്ക്? ഞങ്ങൾ കഴിഞ്ഞ വർഷം ശ്രീലങ്കയിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളതിൻ്റെ പേരിൽ അരിശം കൊണ്ടുവരാണ്. ഇത് അവിടെയും നിൽക്കില്ല. കടവും പലിശയും കുറച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ ഈ ബഡ്ജറ്റിലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ ഖേദകരമാണ് സാർ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് രാവിലത്തെ ചോദ്യോത്തരത്തിലും അത് വന്നതാണ്. ഈ GST തട്ടിപ്പ് വളരെ രൂക്ഷമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 1 മുതൽ നവംബർ 30 വരെ 8 മാസക്കാലം 1294 കോടി രൂപ, നമ്മുടെ ഖജനാവിലേക്ക് വരേണ്ട 1294 കോടി രൂപ GST വെട്ടിപ്പുണ്ടായെന്നാണ് GST ഇൻ്റലിജൻസിൻ്റെ കണ്ടെത്തൽ. ഇതിൽ 50% പോലും തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2022-23 ഇത് 524 കോടിയായിരുന്നു. പക്ഷേ ഈ വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ, മാർച്ച് 31 ആകുമ്പോൾ 1500 കോടി രൂപ GSTയിൽ നമ്മുടെ സംസ്ഥാനത്തിന് വരേണ്ട വരവ് ഈ നിലയിൽ ചോർന്നു പോവുകയാണ്. പിന്നെ എങ്ങനെയാണ് നികുതി പിരിവ് കാര്യക്ഷമമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക? അതുപോലെ തന്നെ സർ, ഇത് വ്യാപാര മേഖലയെ അപേക്ഷിച്ച് സേവന മേഖലയിലാണ് ഈ തട്ടിപ്പ് കൂടുതലും നടക്കുന്നത്. ഒരു വിഭാഗം വ്യാപാരികൾ വളരെ കൃത്യമായി നികുതി അടക്കുമ്പോൾ വേറെ ചില തട്ടിപ്പ് കമ്പനികൾ കാര്യമായ തോതിൽ ഈ രംഗത്ത് നികുതി വെട്ടിപ്പ് നടത്തുന്നു എന്നാണ് ഈ GST ഇൻ്റലിജൻസിൻ്റെ ഈ കണ്ടെത്തൽ സർ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ GST മാത്രമല്ല, അതിന് മുമ്പുള്ള നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാൻ വേണ്ടി പല പദ്ധതികളും ആംനസ്റ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ബഡ്ജറ്റിൽ ആംനസ്റ്റി ഉണ്ടായിരുന്നു. എത്രയായിരുന്നു അതിൻ്റെ പുരോഗതി? 20% മുകളിൽ പോവില്ല. അപ്പോൾ ഈ തവണ പറഞ്ഞിട്ടുള്ളത്, കഴിഞ്ഞ തവണ 12, അതിന് ആദ്യത്തെ വർഷം 12,000 കോടി, പിന്നെ 13,000 കോടി ഒക്കെ പിരിച്ചെടുക്കാണ്ടെന്ന് പറഞ്ഞു. എത്ര പിരിച്ചെട്ടി? എന്താ അതിൻ്റെ പെർഫോമൻസ് പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തവണ എത്ര പറയണത്? 14,000 കോടി കുടിശ്ശിക പിരിച്ചെടുക്കാണ്ട്. അത് പിരിച്ചെടുക്കുന്നതാണ്. എങ്ങനെ പിരിച്ചെടുക്കാൻ കഴിയും സാർ? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 14,000 കോടി കുടിശ്ശികയിൽ അധികവും അപ്പീലും വ്യവഹാരങ്ങളും നിലനിൽക്കുന്നതാണ്. അതിൽ അവരുടെ തർക്കം എന്താണ്? നിങ്ങളിപ്പോൾ ഇവിടെ ആംനസ്റ്റി കൊടുക്കുന്നത് 50 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ പലിശയും കൂട്ടുപലിശയൊക്കെ ഒഴിവാക്കിയതാ, ഇന്ന സമയം കൊണ്ട് വന്ന് അടച്ചോളി. അല്ലെങ്കിൽ 1 കോടിയാണെങ്കിൽ അതിൻ്റെ എത്ര ശതമാനം കുറച്ച് തന്നു, 3 കോടിയാണെങ്കിൽ എത്ര കുറച്ച് തന്നു. ഇതൊക്കെ കേൾക്കുമ്പോഴേക്ക് ഇവർ വന്ന് അടക്കാൻ പോകുന്നില്ല. കാരണം ഇതൊക്കെ കേസിൽ അപ്പീൽ തർക്കത്തിലാണ്. ഇവരുടെ തർക്കം എവിടെയാണ്? ഈ ടാക്സ് ഫിക്സ് ചെയ്തുകൊടുത്താണ് ഇവരുടെ തർക്കം.
ഞങ്ങൾക്ക് ഫിക്സ് ചെയ്ത ടാക്സ്, ഞങ്ങൾ ഒടുക്കണമെന്ന് പറഞ്ഞ ടാക്സ് അത് കറക്റ്റ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് റീതിങ്ക് ചെയ്യാൻ തയ്യാറാണ്, അതിന് ഇവരെ കേൾക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്കതിൽ മുന്നോട്ട് വെക്കാനുള്ള നിർദ്ദേശം, ജില്ലാ അടിസ്ഥാനത്തിൽ നിങ്ങൾ അദാലത്തുകൾ സംഘടിപ്പിച്ച് ഇവരെ കേട്ട് കാര്യമായ ആനുകൂല്യങ്ങൾ കൊടുത്താൽ ഈ ആംനസ്റ്റിയേക്കാൾ അത് പ്രയോജനം ചെയ്യും, നമ്മളെ ഖജനാവിലേക്ക് പണവും വരും. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുണ്ടാവും. ഇപ്പോൾ കുറേ ഉദ്യോഗസ്ഥന്മാർ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കണം സാർ. പിന്നെ ഇവിടെ നമുക്കറിയാം സാർ, ഈ സാമൂഹ്യക്ഷേമ പെൻഷനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഒരു 200 രൂപയെങ്കിലും, ഇപ്പോൾ ബഹുമാനപ്പെട്ട നേരത്തെ സംസാരിച്ച അൻവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു ഇത് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞു. സാർ, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കുടിശ്ശികയാണ്, കൊടുക്കുമ്പോൾ കൊടുത്താൽ മതി, പക്ഷെ ഒരു 200 രൂപയെങ്കിലും ഇത് വർദ്ധിപ്പിക്കണം. എല്ലാ കാലത്തും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അച്യുതാനന്ദൻ്റെ കയ്യിൽ നിന്ന് ഉമ്മൻചാണ്ടിയിലേക്ക് ഭരണം വരുമ്പോൾ അന്ന് സാമൂഹ്യക്ഷേമ പെൻഷൻ 300 രൂപയാണ്. അല്ല, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. സീനിയർ മോസ്റ്റ് അംഗം തിരുവഞ്ചൂരിന്റെ മാതൃക തുടരണം. ഉമ്മൻചാണ്ടിയുടെ ആ കാലയളവിലെ അവസാനത്തിൽ അത് 1000 രൂപയാക്കിയിരിക്കുന്നു. 2011 ഫെബ്രുവരിയിലെ ഇടക്കാല ബഡ്ജറ്റ് അല്ല സമയം അനുവദിക്കുമെങ്കിൽ ഞാൻ അപ്പോ അത് 1000 ആക്കി. നിങ്ങളിപ്പോൾ അത് 1600 നിൽക്കുകയാണ്. അതുകൊണ്ട് അത് പോരാ, അതിലൊരു വർധനവ് ഉണ്ടാകും സർ. പിന്നെ ഇവിടെ പറഞ്ഞത് ഈ നവകേരള സദസ്സിൽ നിങ്ങളൊക്കെ വരേണ്ടതായിരുന്നു. ഇവിടെ ഭയങ്കര പരാതിയൊക്കെ പരിഹരിച്ചു. ഞാൻ അവിടെ ഇരിക്കുന്ന ശൈലജ ടീച്ചർ അപ്പം മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, നവകേരള സദസ്സിൽ നിങ്ങൾ വരാഞ്ഞത് നന്നായി എന്ന്. കാരണം എന്താ വെച്ചാൽ ടീച്ചർക്ക് അഭിപ്രായം ഉണ്ടാവില്ല. നവകേരള സദസ്സിൽ വന്നതിന്റെ അനുഭവം ഉണ്ടല്ലോ. പിന്നെ ഇപ്പൊ പുതുതായി കോട്ടയത്ത് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയും പറയുന്നുണ്ടാവും, എന്ത് ചാഴിക്കാടൻ നിങ്ങൾ വരാഞ്ഞത് നന്നായെന്ന്. വന്നവർക്കൊക്കെ പോയതിനനുസരിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ സാർ, എനിക്കൊരു കാര്യം ക്ലാരിഫൈ ചെയ്യണം. അൻവർ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെന്റിനെ വളരെ വളച്ചൊടിച്ച് മോശമായിട്ട് സംസാരിച്ചു. അൻവർ ബഡ്ജറ്റിലല്ലേ സംസാരിച്ചേ. സാദിഖ് അലി തങ്ങൾ അങ്ങനെ പള്ളി പൊളിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. സാദിഖ് അലി തങ്ങൾ എന്തോ പറഞ്ഞത്, സാദിഖ് അലി തങ്ങൾ പള്ളി പൊളിച്ച് പ്രശ്നം പരിഹരിക്കണം. സാദിഖ് അലി തങ്ങൾ എന്താ പറഞ്ഞത്, നമ്മൾ പള്ളി പൊളിച്ചതിൽ നമുക്ക് വേദനയുണ്ട്, അത് ഇന്ത്യൻ മുസൽമാന്റെയും രാജ്യത്തെ മതേതര വിശ്വാസികളുടെയും വേദനയാണ്. ഇവിടുത്തെ മഹാഭൂരിപക്ഷം ഹൈന്ദവ സഹോദരന്മാരും ആ പള്ളി ആക്രമിച്ച് തകർത്തതിന് ന്യായീകരിക്കുന്നില്ല, അത് അംഗീകരിക്കുന്നില്ല. പക്ഷേ നമ്മുടെ കോടതി ഇങ്ങനെയാണ് പറഞ്ഞത്, രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ കോടതി പറഞ്ഞാൽ അത് എല്ലാവർക്കും ബാധകമാണ്. ആ സാഹചര്യത്തിൽ ഇങ്ങനെയാണ് ഇന്ത്യൻ സാഹചര്യം. സാദിഖ് അലി തങ്ങൾ ഒരിക്കലും, ബഹുമാനപ്പെട്ട ചെയർ, ഞാൻ ബില്ലിലാണ് സംസാരിക്കുന്നത്, എനിക്ക് മിനിമം ഇവിടെ ഒരു മര്യാദ ഉണ്ട്. വേണമെങ്കിലും സമയം എടുക്കാം. പക്ഷേ തിരുവഞ്ചൂർ എന്ന സീനിയർ MLA നേരത്തെ ഡെപ്യൂട്ടി സ്പീക്കർ അത് കേൾക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് ഞാൻ ഈ സദസ്സിനെ അറിയിക്കുകയാണ്, സാദിഖ് അലി തങ്ങൾക്കോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ അങ്ങനെ ഒരു അഭിപ്രായം മാത്രമല്ല, ബാബരി മസ്ജിദിന് വേണ്ടി ഏറ്റവും കൂടുതൽ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് സർ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ പോരാട്ടം ഞങ്ങൾ എന്നും തുറന്നിട്ടുണ്ട്. നിലവിലുള്ള കോടതി വിധിയെ കുറിച്ച് മാത്രമാണ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കാം. അപ്പൊ സാർ, ഇവിടെ എനിക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ബഹുമാനപ്പെട്ട ഫിനാൻസ് മന്ത്രിയോട്, നമ്മളുടെ പ്രയോറിറ്റികളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളൊന്നും വളരെ പിറകോട്ട് പോകരുത്. എന്റെ മണ്ഡലത്തിലെ, എന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് പറയാം, എന്റെ മണ്ഡലത്തിലെ അട്ടപ്പാടി റോഡ് അത് 3 ഫേസിൽ ഒരു ഫേസിനെ അനുവാദം, ഇനിയും 2 ഫേസിന് അനുവാദം കിട്ടാനുണ്ട്. അത് അങ്ങ് അടിയന്തരമായി നൽകണം. ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആദ്യമുള്ള ഏക റോഡാണത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു പ്രദേശമാണ് അട്ടപ്പാടി. ആ റോഡിന്റെ 2-3 ഫേസുകൾക്ക് അനുവാദം നൽകാൻ കൂടി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രദ്ധിക്കണമെന്ന് ഈ ബില്ലിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വിയോജനക്കുറിപ്പ് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. സാർ, ഇദ്ദേഹം ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ MLA ഇവിടെ സംസാരിക്കുന്ന ഘട്ടത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം, തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രസ്താവന അദ്ദേഹം നടത്തി. അത് കേരളത്തിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ പോയിന്റ് ഓഫ് ഓർഡർ ആണ്. മറുപടിയല്ല,
പോയിന്റ് ഓഫ് ഓർഡർ ആണ് സാർ. ലിൻഡോ പറയൂ. സാർ, അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലഘട്ടത്തിൽ ക്ഷേമ പെൻഷൻ VS അച്യുതാനന്ദൻ ഗവൺമെന്റ് കാലത്ത് നിന്ന് 300 ആയിരുന്നു. VS അച്യുതാനന്ദൻ ഗവൺമെന്റ് കാലത്ത് ഇവരത് 1000 ആക്കിയതാണ്. സാർ, അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം എന്താ വെച്ചാൽ 2016 UDFന്റെ പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ 1000 ആക്കുമെന്ന്. എങ്ങനെയാണ് സാർ ഒരു ഗവൺമെന്റ് 1000 ആക്കിയിട്ടുള്ള ഒരു ഗവൺമെന്റ് അവരുടെ പ്രകടന പത്രികയിൽ അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിൽ 1000 രൂപ ക്ഷേമ പെൻഷൻ ആക്കും എന്ന് വരുന്നത്? അതൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ്. അത് തിരുത്തണം. 370 പ്രകാരം നീക്കണം. സഭാരേഖകളിൽ നിന്ന് പരിശോധിച്ച ആവശ്യമായ നടപടി ഉണ്ടാവും. ശ്രീ VK പ്രശാന്തിന് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2024 കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി ബിൽ പൊതുജനാഭിപ്രായം നേടുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന് 1A നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട സ്പീക്കർ, ഞാൻ ഈ ഭേദഗതിയെ പിന്തുണയ്ക്കുകയാണ്. പണം വെച്ചുള്ള ചൂതാട്ടങ്ങൾക്ക് 28% GST ഏർപ്പെടുത്തുന്നതിനുള്ള 2024 കേരള ചരക്ക് സേവന നികുതിയുടെ ഭേദഗതിയാണ് ഇപ്പോൾ ഇവിടെ മന്ത്രി മുന്നോട്ട് വെച്ചത്. സർ, വാതുവെപ്പ്, കാസിനോ, കുതിരപ്പന്തയം, ഓൺലൈൻ ഗെയിമുകൾ ഉൾപ്പെടെയുള്ളവർക്ക് 50ാമത് GST കൗൺസിൽ യോഗം 28% GST നിശ്ചയിച്ചിരുന്നു. സർ, അതിനനുസരിച്ചുള്ളൊരു ഭേദഗതിയാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. സർ, നിലവിൽ GST നിയമത്തിലുണ്ടായിരുന്ന അവ്യക്തതകൾ നീക്കിക്കൊണ്ടുള്ള ചില കാര്യങ്ങളും ഈ ബില്ലിൽ വരുന്നുണ്ട്. സർ, 1960 ഗെയിമിംഗ് ആക്ടിന് വിരുദ്ധമാണോ എന്നുള്ളൊരു നേരത്തെ ഒരു വിയോജനം ഇവിടെ രേഖപ്പെടുത്തിയിരുന്നു. സർ, അതിലെ പ്രൊവിഷൻസ് നിലനിർത്തിക്കൊണ്ടാണ് ഈ ഭേദഗതി വരുന്നുള്ളത് എന്നുള്ളത് വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ട ഒന്നാണ്. സർ, ഈ നിയമത്തെ സംബന്ധിച്ച് നേരത്തെ തന്നെ നിയമസഭയിൽ വന്നപ്പോൾ പല പത്രങ്ങളും പല സുഹൃത്തുക്കളും ഒക്കെ ഇത് ഓൺലൈൻ ചൂതാട്ടത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ലേ എന്നുള്ള നിലയ്ക്കുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരുന്നതാണ്. അന്ന് തന്നെ ബഹുമാനപ്പെട്ട ധനമന്ത്രി അതിൻ്റെ വിശദീകരണം നൽകിയതാണ്. GST കൗൺസിൽ ചേരുന്ന അവസരത്തിൽ തന്നെ ഈ കാര്യം കേരളം GST കൗൺസിൽ കൃത്യമായി ഉന്നയിച്ചതാണ്. അവിടെ GST കൗൺസിൽ ഹാജരായിട്ടുള്ള അറ്റോർണി ജനറൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ നേരത്തെ ഉണ്ടായിരുന്ന നിയമം പ്രാബല്യത്തിലുണ്ട്, അത് സംസ്ഥാനങ്ങളുടെ ഇത്തരം ഗെയിമുകളെ നിരോധിക്കാനുള്ള അവകാശത്തെ ഹനിക്കുന്നതല്ല എന്ന് കൃത്യമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഭേദഗതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ചൂതാട്ടങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭേദഗതിയല്ല ഇത് എന്ന് കൃത്യമായിട്ട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇത് നികുതി കൂട്ടുകയാണ്. നിലവിലെ 18% എന്നുള്ളത് 28% ആവുകയാണ്. അപ്പോൾ ഇത്രയും തുക നികുതി ഒടുക്കി അത്തരം കളികൾക്ക് പോകില്ല എന്നുള്ള കാര്യം കൂടി അതിനകത്ത് വരികയാണ്. അതുമാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ ഒരു നിലപാടും നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മൾ ഇത്തരം ചൂതാട്ടങ്ങൾക്കെതിരാണ്. കേരളത്തിൻ്റെ അതിലൊരു പറ്റിയ സംസ്കാരമല്ല. പക്ഷേ GST കൗൺസിലിലെ ഒരു പൊതു തീരുമാനത്തിനനുസരിച്ച് ഈ ഒരു ഭേദഗതി വരുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അഡീഷണൽ സോളിസിറ്റർ ജനറലിൻ്റെ അഭിപ്രായം GST കൗൺസിലിൻ്റെ മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രൊവിഷനിൽ കൃത്യമായി പറയുന്നുണ്ട്. സർ, ട്രാൻസിറ്ററി പ്രൊവിഷൻ, ദ അമെൻമെൻറ്റ്സ് മെയ്ഡ് അണ്ടർ ദിസ് ആക്ട് ഷാൾ ബി without prejudice to the provisions of any other law for the time being in force, providing for prohibiting, restricting or regulating betting, casino, gambling, horse racing, lottery or online gaming. സർ, ഇത്തരത്തിലുള്ള ഒരു വ്യവസ്ഥ നമ്മൾ കൊണ്ടുവരുന്ന ബില്ലിൽ ഉണ്ട്. സർ, അതുകൊണ്ട് തന്നെ ഈ വിയോജനത്തിൽ പറഞ്ഞ പല കാര്യങ്ങൾക്കും അടിസ്ഥാനമില്ല എന്ന് കൂടി സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സർ, ഇപ്പോൾ ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഉൾപ്പെടെ മറ്റു പല കാര്യങ്ങൾക്ക് ഇവിടെ പോയതുകൊണ്ട് നമുക്കും ആ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. സർ, ഇവിടെ UDFന്റെ അംഗങ്ങളടക്കം ശ്രീ ശംസുദ്ദീൻ അടക്കം കേരളം കടക്കണിയിൽ അകപ്പെട്ടു പോയി എന്നുള്ളതാണ് പരാമർശിക്കുന്നത്. സർ, എവിടെയൊക്കെ ആഗ്രഹം എന്താണ് സർ? കേരളം സാമ്പത്തികമായി ഉപരോധത്തിൽപ്പെട്ട് കടക്കണിയിലേക്ക് പോയി തകർന്നു പോയി ശ്രീലങ്കയെ പോലെ ആകണം എന്നാഗ്രഹിക്കുന്നവരായി UDFുകാർ മാറുന്നു എന്നുള്ളതല്ലേ നമ്മൾ കാണേണ്ടത്. ഇവരുടെ മനസ്സിലിപ്പോൾ അതാണ് സർ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മകൻ ചത്താലും കുഴപ്പമില്ല, മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന ഒരു മനസ്സിലേക്ക്, അതെ, പ്രളയം വന്ന് ഇതൊക്കെ നശിച്ചു പോട്ടെ. ശ്രീ തിരുവഞ്ചൂർ പണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, പ്രളയം വന്ന് ഞങ്ങൾക്ക് ഭരണമില്ലെങ്കിൽ പ്രളയം വന്നത് എല്ലാം കൂടെ അങ്ങ് നശിച്ചു പോട്ടെ എന്നുള്ളൊരു മനസ്ഥിതി ഉള്ളവരായി UDFുകാർ മാറി എന്നുള്ളത് മുഴുവൻ മലയാളികളെയും പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ് സർ. സർ, ഇവിടുത്തെ UDFന്റെ MPമാർ ജനവിരുദ്ധ നയങ്ങൾ പാർലമെന്റിൽ വരുമ്പോൾ അവർ എവിടെ പോയിരിക്കുന്നു സർ? കേരളത്തിനെയും മറ്റ് ഇതര പ്രതിപക്ഷ സംസ്ഥാനങ്ങളെയും ഒക്കെ ബാധിക്കുന്ന നിയമനിർമ്മാണങ്ങൾ നടത്തുമ്പോൾ UDFന്റെ MPമാരുടെ ജോലി എന്താണ് സർ? സർ, തിരുവനന്തപുരത്തൊരു MP ഉണ്ട് സർ. അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ 4.5 വർഷം കഴിഞ്ഞ് മാത്രമേ നാട്ടിലേക്ക് വരുള്ളൂ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിര ശൈലിയാണ്. വികസന പ്രവർത്തനം നടത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കുറച്ച് ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. അതാണ് ആഗോള മനുഷ്യൻ്റെ വികസനമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയുന്നത്. അതെ, വിശ്വപൗരൻ എന്നാണ് പറയുന്നത്.
സർ, അദ്ദേഹത്തിന്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട്, കേന്ദ്ര സർക്കാരിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും നിലയിലുള്ള ഒരു വികസന പ്രവർത്തനം ഈ കേരളത്തിന് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സർ? എന്റെ UDF സ്നേഹിതന്മാർ മറുപടി പറയോ? അത് ഞാൻ മേയറായിരിക്കുന്ന അവസരത്തിൽ തന്നെ പറഞ്ഞു തുടങ്ങിയാണ് സർ. ബാഴ്സലോണ സിറ്റിയായി, ടിൻ സിറ്റിയായി ഈ നഗരത്തെ മാറ്റുമെന്നാണ് പറഞ്ഞത്. എവിടെ പോയി ടിൻ സിറ്റി? ആ വിശ്വപൗരന്റെ പ്രഭാവം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും നിലയിലുള്ള വികസനം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചോ? ഒന്നും സാധിച്ചില്ലല്ലോ. അപ്പൊ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ മറുപടി പറയേണ്ടി വരും എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. സർ, ഞാൻ കൂടുതൽ ദീർഘമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എന്റെ സുഹൃത്ത് ശ്രീ നജീബ് കാന്തപുരം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, BJPയെ എതിർക്കേണ്ടത് അവരുടെ നിലനിൽപ്പെന്നാണ് പറഞ്ഞത്, അല്ലേ? ആ നിലനിൽപ്പെന്ന് പറഞ്ഞിട്ടുള്ള ലീഗ്, അതിന്റെ സമുന്നത നേതാവ് തന്നെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. പല ലീഗിന്റെ സ്നേഹിതന്മാർ ഇപ്പൊ ഏറെക്കുറെ പോയി കഴിഞ്ഞു, അതുകൊണ്ട് ബഹളം ഉണ്ടാവുന്നൊന്നുമില്ല, അല്ലേ? അവരുടെ പരമോന്നത നേതാവ് തന്നെ പള്ളി പൊളിച്ചതിനെ അനുകൂലിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് സർ. സർ, ഇത് BJPയുടെ വർഗീയ നയങ്ങൾക്ക് കീഴ്പ്പെടുന്നതിലേക്ക് UDF ആകെ മാറുന്നു എന്നുള്ളതാണ് കാണുന്നത്. സാർ, ഒരു കാര്യം ഞങ്ങൾ പറയാം, ഇവിടെ LDFും ഇടതുപക്ഷ മനസ്സുള്ള ജനങ്ങളും ഉള്ളിടത്തോളം കാലം BJPയുടെ വർഗീയ ആദർശങ്ങൾക്ക് ഈ കേരളത്തിൽ ഒരു സ്ഥാനവും ഉറപ്പിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് കൃത്യമായി പറയാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും. സാർ, നേമത്തൊരു സീറ്റ് ഉണ്ടായിരുന്നു സാർ, ആ സീറ്റ് ഞങ്ങൾ പൊട്ടിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേമത്ത് പോയി പ്രസംഗിച്ചു, നിങ്ങൾക്കുള്ള ഒരു സീറ്റ് ഞങ്ങൾ പൊട്ടിക്കുമെന്ന് പറഞ്ഞു, ഞങ്ങൾ അത് ഒഴിവാക്കുമെന്ന് പറഞ്ഞു, അക്കൗണ്ട് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. നേമത്തെ ജനങ്ങൾ അത് അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് ഈ നിയമസഭയ്ക്കകത്ത് BJPക്ക് ഉണ്ടായിരുന്ന ഒരേ ഒരു സീറ്റ് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തു സർ. അപ്പൊ അങ്ങനെ ഒരു പാരമ്പര്യമുള്ളവരാണ് നമ്മൾ മലയാളികൾ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട വിഷ്ണുനാഥും GST കോമ്പൻസേഷൻ നിർത്തുന്നതിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി. സർ, ഇവിടെ പ്രചരിപ്പിക്കുന്ന എന്താണ് സർ? നമുക്ക് ധനകാര്യ കമ്മീഷന്റെ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു, GST കോമ്പൻസേഷൻ മതിയാക്കുന്നു, മറ്റെല്ലാ സാമ്പത്തിക ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കുന്നു, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഷെയർ വെട്ടിച്ചുരുക്കുന്നു. സർ, ഇവർ പറയുന്നത് എന്താ? ഇത് കഴിഞ്ഞ വർഷം വെട്ടിച്ചുരുക്കിയതല്ലേ, പിന്നെന്തിനാ നിങ്ങൾ ചോദിക്കുന്നത്? ഇതാണ് ചോദ്യം. ഈ ചോദ്യം ജനങ്ങളുടെ നേർക്കുള്ള വെല്ലുവിളിയല്ലേ സർ? ഞങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന നികുതി വിഹിതം ന്യായമായി കേരളത്തിന് തരണമെന്ന് പറയുന്നതിന് പകരം ഇത് കേന്ദ്രം വെട്ടിക്കുറച്ചതല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ മിണ്ടുന്നത് എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് UDF മാറുകയാണ് സാർ. ഇത് അവർ തിരുത്താൻ വേണ്ടി തയ്യാറാകണം, അല്ലെങ്കിൽ ഈ പാർലമെന്റ് ഇലക്ഷനിൽ ജനങ്ങൾ തിരുത്താൻ വേണ്ടിയിട്ട് തയ്യാറാകുമെന്ന് കൂടി സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഇവിടെ ഇപ്പോ സമരാഗ്നി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുകയാണ് സാർ. ആ കാര്യം കൂടി പറയാൻ, സമരാഗ്നി അടക്കുകയാണല്ലോ സാർ. സാർ, ഈ നവകേരള സദസ് നമ്മൾ നടത്തി. അവിടെ ഞങ്ങൾ രാവിലെ ഒരു 11 മണി മുതൽ കൗണ്ടർ ആരംഭിച്ച് 4 മണി 5 മണിക്കാണല്ലോ നവകേരള സദസ്സിന്റെ ബസ് അവിടെ എത്തിച്ചേരുക. സർ, മുഴുവൻ ജനങ്ങൾക്കും 20ഓളം കൗണ്ടറുകൾ സ്ഥാപിച്ച് അവിടെ നിന്ന് പരാതികൾ കൊടുക്കാനുള്ള സൗകര്യം ഒരുക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ ആരെയും കാത്തു നിർത്താതെ മുഴുവൻ ആളുകളുടെയും പരാതി സ്വീകരിച്ച് നേരത്തെ അൻവർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരമാവധി പരാതികൾ തീർത്തുകൊണ്ടിരിക്കുക. സർ, സമരാഗ്നിയിൽ എന്താ കാണുന്നത്? കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരിൽ നിന്നും അപേക്ഷ സ്വീകരിക്കാൻ അവിടെ ആളില്ല, അല്ലേ? KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും വന്ന് പരാതി സ്വീകരിക്കുമെന്ന് പറഞ്ഞത്, അവിടെ പരാതി വാങ്ങാൻ ആളില്ല. അങ്ങനെ കോൺഗ്രസുകാർ തന്നെ ബഹളം ഉണ്ടാക്കുന്ന നിലയിലേക്ക് വന്നിരിക്കുക. സർ, നവകേരള സദസ്സിൽ പരാതിക്കാരെ കൊണ്ടുവന്ന് സദസ്സ് നിറച്ചു എന്ന് പറയാനുള്ള ഒരു അവസരം അവർക്ക് ഇല്ലാതായി പോയി. അതാണ് പ്രശ്നം. അത് ജനങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. സാർ, ഒരു കാര്യം കൂടെ സാർ, ഇപ്പൊ BJPയുടെ പദയാത്ര നടക്കുകയാണല്ലോ സാർ. സാർ, അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് ഇങ്ങോട്ട് വരുന്നില്ല, അവർക്ക് പ്രതീക്ഷ ഏറ്റവും എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധമായി ചിന്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാർ പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ബഹുമാനപ്പെട്ട ധനമന്ത്രി, അതെ, അവരുടെ പണി ഇവർ നടത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ധനമന്ത്രി തിരുവനന്തപുരത്തിന് ബഡ്ജറ്റിൽ ഒരുപാട് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന് ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇനിയും പറയട്ടെ. സാർ, ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക. സാർ, ട്രിഡയ്ക്ക് അദ്ദേഹം 4 കോടി രൂപ അനുവദിക്കുകയുണ്ടായി. സാർ, അത് ഈ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം നടക്കുമ്പോൾ അവിടെ ഒരു റീഹാബിലിറ്റേഷൻ കോംപ്ലക്സ് നിർമ്മിക്കുകയാണ് സാർ. ഏതാണ്ട് 30 കോടി രൂപയോളം ചെലവഴിക്കേണ്ടതായിട്ട് വരും. സാർ, ഞാൻ അവസാനിപ്പിക്കാം. സാർ, അതിന്റെ തുക വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ട് ഒരു ഇടപെടൽ അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അങ്ങ് ഇവിടെ അവതരിപ്പിച്ച ഭേദഗതിയെ ഞാൻ പിന്നാങ്ങിക്കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ശ്രീ NA നെല്ലിക്കുന്നിന് സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2024 കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി ഭേദഗതി ബിൽ വീണ്ടും അതേ സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന് 2B നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. ഞാൻ എൻ്റെ ഭേദഗതി അവതരിപ്പിക്കുന്നു. സർ, PK റോഷൻ കാസർഗോഡ് സ്വദേശിയാണ്. ഇടുക്കിയിൽ ആത്മഹത്യ ചെയ്തു. ഓൺലൈൻ റമ്മി കളിച്ചതിൻ്റെ ദുരന്ത ഫലമാണ്. സഹോദരിക്ക് മാരക രോഗമാണെന്ന് പറഞ്ഞ് സഹപ്രവർത്തകരിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. ആ കടം തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് PK റോഷൻ ആത്മഹത്യ ചെയ്തത്.
കോഴിക്കോട് NITയിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു സർ. തെലങ്കാന സ്വദേശിയും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമായ 18 വയസ്സുകാരൻ യശ്വന്ത് ഹോസ്റ്റലിന് മുകളിൽ നിന്ന് ചാടി മരിച്ചു. സർ, യശ്വന്തിൻ്റെ മുറിയിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചത് ഓൺലൈനിൽ പണം നഷ്ടപ്പെട്ടതാണ് കാരണമെന്ന് ആണ് ആ കുറിപ്പിൽ പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എത്ര വീടുകളിലാണ് സർ അമ്മമാർ ഇന്ന് കണ്ണീരോടെ കഴിയുന്നത്? നല്ല വീട് ഉണ്ട്, സാമ്പത്തിക ഭദ്രതയുണ്ട്, ഒരു കാര്യത്തിലും കുറവില്ല സർ. പക്ഷേ ആ വീട്ടിൽ സമാധാനമില്ല, സന്തോഷമില്ല. മകൻ അല്ലെങ്കിൽ മകൾ അച്ഛനോട് സംസാരിക്കില്ല, അമ്മയോട് സംസാരിക്കില്ല, അമ്മയെ അനുസരിക്കില്ല. അങ്ങനെ ധിക്കാരത്തോടു കൂടി അമ്മയോട് പെരുമാറും. നമ്മളിപ്പോൾ മയക്കുമരുന്നിനെതിരെ ധീരമായ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു യുദ്ധം എന്ന പോലെ ഒരു ശത്രുവിനോടുള്ള യുദ്ധം കണക്കെയാണ് നമ്മളിപ്പോൾ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു യജ്ഞം നമ്മൾ കേരളത്തിൽ നടത്തിയത്. അതെന്തിനാണ് സർ? നമ്മുടെ കുട്ടികളെ രക്ഷിക്കുന്നതിന് വേണ്ടി, ഭാവി തലമുറയെ രക്ഷിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നാളെ ഈ മയക്കുമരുന്നൊക്കെ ഇങ്ങനെ തോന്നിയ പോലെ ഉപയോഗിക്കാം, അതിനും GST ഏർപ്പെടുത്തിയാൽ ഇഷ്ടം പോലെ നമുക്ക് ഉപയോഗിക്കാം എന്ന് വന്നാൽ അങ്ങനെയുള്ള ഒരു ബില്ലും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഈ സഭയിൽ അവതരിപ്പിക്കുമോ എന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. ഇത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേന്ദ്രം ഈ ബില്ല് അവതരിപ്പിച്ചു, കേന്ദ്രം നിയമമാക്കി, നമ്മൾ ഈ നിയമസഭയിൽ അവതരിപ്പിക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ ഈ നിയമസഭയിൽ അവതരിപ്പിച്ചില്ലെങ്കിലും അതിൽ കാര്യമായ പന്തികേട് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി ഒരു ധാർമ്മികതയുടെ പേരിലെങ്കിലും ഈ ബില്ല് ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരില്ല എന്ന് പറയാനുള്ള ആർജവം ബഹുമാനപ്പെട്ട മന്ത്രി കാണിക്കണമായിരുന്നു എന്നാണ് ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇതിപ്പോൾ ബെറ്റിങ്, കാസിനോസ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് നമ്മുടെ ക്ലബ്ബുകൾ, നൃത്തം, ചൂതാട്ട കേന്ദ്രം, പിന്നെ ബോംബെ തുടങ്ങിയ നഗരങ്ങളിലൊക്കെയുള്ള ക്ലബ്ബുകളും ഈ കാസിനോസിൽ പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗാംബ്ലിങ്, ഹോഴ്സ് റേസിങ്, ലോട്ടറി, ഓൺലൈൻ മണി ഗെയിമിങ്, ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ തലമുറ, ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇഷ്ടാനുസരണം ഇവിടെ പ്രവർത്തിക്കാൻ അനുവാദം നൽകിയാൽ നമ്മുടെ സംസ്ഥാനം എവിടെ എത്തിച്ചേരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഈ ബില്ല് ഈ നിയമസഭയിൽ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് പറയാനുള്ള ആർജവം, ധൈര്യം ബഹുമാനപ്പെട്ട മന്ത്രി കാണിക്കണം എന്നായിരുന്നു. ഞാൻ മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ, GSTയുമായി ബന്ധപ്പെട്ട ബില്ലാണ്. ഇപ്പോൾ GST കളക്ഷന് 4 വർഷം കൊണ്ട് ഇരട്ടിയായി എന്നാണ് പറയുന്നത്. അത് നമ്മൾ ഈ കോവിഡ് സമയത്തെ ആ കളക്ഷനുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്കത് ഇരട്ടിയായി തോന്നുന്നത്. പക്ഷേ ഇവിടെ GST കളക്ഷൻ വേണ്ട പോലെ നടക്കുന്നില്ല എന്നതാണ് പരമാർത്ഥം. അതുപോലെ തന്നെ GST കുടിശ്ശിക നമുക്ക് അത് പിരിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ മറ്റ് ഈ റവന്യൂ റിക്കവറി സംവിധാനം ഇതിനില്ല. അതുപോലെ തന്നെ GST ഓഫീസുകളിലെ സ്ഥിതി, ബഹുമാനപ്പെട്ട മന്ത്രിയും സർക്കാരൊക്കെ പറയുന്നത് നമ്മുടെ റീസ്ട്രക്ചർ പഠിക്കാൻ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങനെ എപ്പോഴും വന്നു പോകുന്നു എന്നാണ്. പക്ഷേ നമ്മുടെ ഓഫീസുകളിൽ, GST ഓഫീസുകളിൽ കമ്പ്യൂട്ടർ ഇല്ല, വാഹനങ്ങളില്ല. നമ്മുടെ ഓഫീസിൽ കുറേ ആളുകൾ ജോലി ചെയ്യുന്നുണ്ടാവും, ഒരാൾക്കും അവിടെ ശരിക്കും ഇരിക്കാനുള്ള സൗകര്യമില്ല. അങ്ങനെ ഓഫീസിലുള്ള സഹപ്രവർത്തകന് ആ കസേരയിൽ നിന്ന് എപ്പോഴാണ് എണീക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് മറ്റാൾ നിൽക്കുക. അയാൾ എണീറ്റാൽ ഇയാളിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ ചാലയിൽ ഒരു ഹോട്ടലുണ്ട് സർ, എല്ലാവരും അവിടെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടാകും. ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്ന ആളുകളൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പിറകിൽ നമ്മൾ നിൽക്കും. അയാൾ എപ്പോഴാണ് എണീക്കുന്നത് നോക്കി, അയാൾ എണീക്കുന്ന തക്കം നോക്കി നമ്മളവിടെ ഇരിക്കും. അതാണ് ഇപ്പോൾ GST ഓഫീസിലെ സ്ഥിതി, നമ്മുടെ പാവപ്പെട്ട ജീവനക്കാരുടെ സ്ഥിതി. അതൊന്ന് മാറ്റിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ ചെക്ക് പോസ്റ്റ് നിർത്തലാക്കിയതോടെ വാഹന പരിശോധന ശരിക്കും നടക്കുന്നില്ല സർ. അതിലേക്ക് സർക്കാരിന് ഇങ്ങനെ വരുമാനം കൂട്ടിത്തരാനുള്ള മാർഗമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ചെക്ക് പോസ്റ്റുകളിൽ വാഹന പരിശോധന ഇപ്പോൾ ശരിക്കും നടക്കുന്നില്ല. പ്രത്യേകിച്ച് അതിർത്തി ജില്ലകളിൽ ഈ ചെക്ക് പോസ്റ്റ് ഇല്ലെങ്കിലുള്ള ആ ഭവിഷ്യത്തുകളെ കുറിച്ച് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, കാസർഗോഡ് ഞാൻ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഒരു കത്ത് നൽകി. ഒരു GST കോംപ്ലക്സ് പണിയേണ്ടത് അത്യാവശ്യമാണ്. അവിടെ 20 സെൻറ്റ് സ്ഥലം കാസർഗോഡ് നഗരത്തിലുണ്ട്. ഒരു GST കോംപ്ലക്സ് പണിയുന്നതിന് ബഹുമാനപ്പെട്ട മന്ത്രി നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ പെൻഷൻ കുടിശ്ശിക ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല. കേരള ശാസ്ത്ര
കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാസർഗോഡ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് ചില ആളുകൾ എനിക്ക് നൽകിയ നിവേദനത്തിൽ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിലെയും അനുബന്ധ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്ക് ഇതുവരെ 1/7/2019 മുതൽ അനുവദിച്ച 11ാം ശമ്പള പരിഷ്കരണ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല. ഈ ഫയൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിൽ ഒരു ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച ശ്രീ VK പ്രശാന്ത്, തിരുവനന്തപുരത്ത് ഒരു MP ഉണ്ട്, അദ്ദേഹം തിരുവനന്തപുരത്ത് ബില്ലിന്മേലെ ചർച്ച ചെയ്യൂ പ്ലീസ്. അപ്പോൾ അദ്ദേഹം ബില്ലിലാണല്ലോ സംസാരിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീ പ്രശാന്തിന് എന്തോ സംഭവിച്ചു എന്നാണ് തോന്നുന്നത്. ഇത് നിയമസഭ അല്ല, അദ്ദേഹം ഏതോ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിക്കുന്നത് പോലെയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു MP ഉണ്ട്, അദ്ദേഹം വരാറില്ല എന്ന്. എനിക്ക് ശ്രീ പ്രശാന്തിനെ ഓർമ്മപ്പെടുത്താനുള്ളത്, കേരളത്തിൻ്റെ പഴയ ചരിത്രം എടുത്തു നോക്കണം. ചില MP-മാരെ, ചില സ്ഥാനാർത്ഥികളെ മണ്ഡലത്തിൽ അവർ വന്നില്ലെങ്കിലും അവരെ MP-ആയി തിരഞ്ഞെടുത്ത പാരമ്പര്യ കേരളത്തിലുണ്ട്. ഞാൻ മുസ്ലിം ലീഗിൻ്റെ മഹാനായ നേതാവ്, മുമ്പ് MP ആയിരുന്ന കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, അദ്ദേഹം മഞ്ചേരിയിൽ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ 2 പ്രാവശ്യം മാത്രമേ അദ്ദേഹം ആ മണ്ഡലത്തിൽ വരാറുള്ളൂ. ഒന്ന്, അദ്ദേഹം നോമിനേഷൻ കൊടുക്കും, നോമിനേഷൻ കൊടുക്കുമ്പോൾ വരും. പിന്നെ ഫലപ്രഖ്യാപനം കഴിഞ്ഞ് അദ്ദേഹം ജയിച്ചു എന്നറിയുമ്പോൾ റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിൽ ഒപ്പിടാൻ വേണ്ടി വരും. അപ്പോൾ തരൂർ നിയമസഭ, ഞാൻ പറയാം, തരൂർ ഒരു വിശ്വപൗരനാണ്, കേരളത്തിന്റെ അഭിമാനമാണ്. നമ്മുടെ അഭിമാനമായ തരൂരിനെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. VK പ്രശാന്ത് പറയുന്നത് പോലെ അല്ല തരൂർ. ഈ മണ്ഡലത്തിലെ, ഈ തിരുവനന്തപുരം മണ്ഡലത്തിലെ ഓരോ സാധാരണക്കാരന്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരാളാണ്, ഒരു ജനപ്രതിനിധിയാണ് ശ്രീ തരൂർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ശ്രീ പ്രശാന്ത് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ചില ആളുകൾക്ക് സാദിഖലി തങ്ങൾ പാണക്കാട് കുടുംബം എന്ന് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരാത്ത അവസ്ഥയാണുള്ളത്. അതാണ് ഇപ്പോൾ പ്രശാന്തിന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പാണക്കാട് കുടുംബം എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇവർക്കാർക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് ഇവർക്ക് ഉറക്കം വരാൻ ഇവർ ഇനിയും പാണക്കാട് തങ്ങൾ എന്ന് പറയട്ടെ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ധനവകുപ്പ് മന്ത്രി സാർ, ഈ ബില്ല് സംബന്ധിച്ചുള്ള ചർച്ചയെക്കാളും കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്ക് ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോവുകയാണ് ചെയ്തത്. അത് ബഹുമാനപ്പെട്ട മെമ്പർമാർക്ക് ഈ ബഡ്ജറ്റിൽ സംസാരിക്കാനുള്ള സമയം കിട്ടാത്ത മെമ്പർമാരാകുമ്പോൾ ആ ബഡ്ജറ്റിൽ പറയാനുള്ള കാര്യം കൂടി ഇതിൽ പറയുന്നതിന് സമയമെടുക്കുന്ന സാധാരണ ഇത് ചെയ്യുന്നതാണ്. അതിനകത്തൊരു അപകടം ഉണ്ടെന്നല്ല. പക്ഷെ ഞാൻ അതിനെപ്പറ്റിയെല്ലാം ഇപ്പം സമയമെടുത്ത് മറുപടി പറയുന്നില്ല. കാരണം ഇനിയും 2 ബില്ല് കൂടി ഉണ്ടെന്ന് അങ്ങ് നിരന്തരമായി ഓർമ്മിക്കുന്നുള്ളത് കൊണ്ടാണ്. ഷാഫി പറമ്പിൽ വഴങ്ങുകയാണെങ്കിലല്ലേ? അതെ, ബില്ലിന്റെ കാര്യം ഞാൻ പറയുന്നുണ്ട്. ബില്ലിന്റെ കാര്യം പറയുന്നത് തന്നെയാണ്. ബില്ലിന്റെ അപകടത്തെ. പക്ഷേ ഇവിടെ ഇപ്പം നെല്ലിക്കുന്ന് വാദിച്ചതുപോലെ നിങ്ങൾ ഒരു നെല്ലിക്കുന്നിനെ വാദിക്കാനാണ് വിടുന്നതെങ്കിൽ സത്യം തുറന്നു പറയുന്നൊരു വക്കീൽ അദ്ദേഹം. കാരണം നേരത്തെ ചരിത്രത്തിലൊരു മുസ്ലിം ലീഗിൻ്റെ MP ആകെ 2 പ്രാവശ്യം വന്നുള്ളൂ. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് വല്ലപ്പോഴൊക്കെ വരുന്നുള്ളത് കുഴപ്പമില്ലാന്ന് അദ്ദേഹം വാദിച്ചല്ലോ തരൂരിനെ പറ്റി. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണെങ്കിലും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള വാദത്തിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. അങ്ങ് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. എനിക്കതിനൊന്നും. അപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലുള്ള വിഷയങ്ങളെ പറ്റിയൊക്കെ ഞങ്ങള് പ്രശാന്ത് പറഞ്ഞതിനേക്കാളും കട്ടിക്കാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ പ്രശാന്ത് പറഞ്ഞതിനേക്കാളും കട്ടിക്കാണ് അദ്ദേഹം പറഞ്ഞത്. രാഷ്ട്രീയമായ കാര്യങ്ങളായിരിക്കും. സർ, ഈ ബില്ല് സംബന്ധിച്ച് ഉള്ള കാര്യം പറയാം. ഈ ബില്ല് ഇവിടെ ബഹുമാനായ തിരുവഞ്ചൂർ അദ്ദേഹം ഇവിടെ സംസാരിച്ചിരുന്നു, സബ്ജക്റ്റ് കമ്മിറ്റി സംസാരിച്ചിരുന്നു. ഇക്കാര്യത്തിനകത്ത് ഈ ബില്ല് സാർ എന്തിനാണ് സാർ ബില്ല് കേരളത്തിൽ ഓൺലൈൻ ഗെയിമിംഗ് ആണ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു ഗവൺമെൻറ് തീരുമാനിച്ചു കൊണ്ടുവരുന്നൊരു ബില്ലല്ല സാർ. ഇത് നിലവിലുള്ള ഓൺലൈൻ ഗെയിമിങ്ങിനെ ഇപ്പോൾ ഉള്ള ഒരു നിയമത്തിൻ്റെ കാര്യത്തിനകത്ത് അമെൻമെൻറ്റ് വരുത്തേണ്ട ഒരു കാര്യമുണ്ട് സാർ. അത് നിലവിലെ ഓൺലൈൻ ഗെയിമിങ് പ്രോത്സാഹിപ്പിക്കുന്നതല്ലെന്ന് ഞാൻ പറഞ്ഞു. ഓൺലൈൻ ഇന്നിപ്പോൾ ഉണ്ട്, അതിനകത്ത് നികുതി ചുമത്തുന്നതിലൊരു വ്യക്തത വരുത്തുവാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഈ ബില്ല് സാർ. GST വരുന്നതിന് മുമ്പ് ഗെയിമിംഗ് കേന്ദ്ര നികുതിയായ സർവീസ് ടാക്സിൻ്റെ പരിധിയിലായിരുന്നു ഞാൻ പറഞ്ഞു.
അപ്പോൾ അത് GST വരുന്നതിന് മുമ്പ് 18% നിരക്കിലാണ് നികുതി ഉള്ളത്. ഇപ്പോഴും അതാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വന്നില്ലെങ്കിലും അവർക്ക് ആ 18% മേടിച്ചുകൊണ്ട് ഇത് നടത്താം. അപ്പം അത് 28 ആക്കുക. ഇന്ത്യയിലാകെ 28 ആക്കുന്നു. അതിനകത്ത് GGR എന്ന് പറഞ്ഞാൽ ആകെയുള്ള തുകയുടെ ചെറിയൊരു ശതമാനം മാത്രമേ കൊടുക്കൂ എന്നുള്ള ഒരു കാര്യം ആണുള്ളത് നിലവിൽ. അത് പറ്റില്ല. ഫേസ് വാല്യൂവിന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊടുക്കുന്നതിന് 10 മടങ്ങ് നികുതി കൊടുക്കണം. അത് തന്നെ ഒരു പെനലൈസിങ് ആണ്. പക്ഷേ ഇതിനകത്ത് ഈ ബില്ല് ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്നിപ്പോൾ ഈ ബില്ല് നമ്മൾ പാസ്സാക്കുമ്പോൾ നമുക്ക് ഈ ഗെയിമിംഗ് നിരോധിക്കുവാനുള്ള സംസ്ഥാനങ്ങളുടെ അവകാശത്തെ ഒരു വിധത്തിലും ഇത് ഹനിക്കുന്നില്ല. സർ, ഇത് ഞങ്ങൾ വളരെ കൃത്യമായി ഈ കാര്യം കേരളത്തിൻ്റെ വികാരം ഓൺലൈൻ ഗെയിമിങ്ങിൻ്റെ ഓൺലൈൻ റമ്മി പോലുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പലപ്പോഴും ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് സർ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പാസ്സാക്കിയിട്ടുള്ള നിയമത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു. തമിഴ്നാട് അതിശക്തമായിട്ട് ഈ നിയമത്തെപ്പറ്റി പറഞ്ഞു. തമിഴ്നാടും കേരളവും നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് കൃത്യമായി അതിനകത്ത് മിനിറ്റ്സിനകത്ത് കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഈ കേരള ഗെയിമിംഗ് ആക്ട് 1960 ഒരു അങ്ങനെ നിയമമുണ്ട് നമുക്ക്. അത് വെച്ചിട്ടാണ് ഇതൊക്കെ നിരോധിക്കുക. അപ്പോൾ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അതുകൊണ്ട് റവന്യൂ സെക്രട്ടറി GST കൗൺസിലിൽ അദ്ദേഹമാണ് കൗൺസിലിൻ്റെ സെക്രട്ടറി. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത് നിലവിലുള്ള നിയമങ്ങൾക്കൊന്നും എതിരല്ല. ഇത് ടാക്സ് ഫിക്സ് ചെയ്യുന്നേ ഉള്ളൂ. ടാക്സ് ഇതാണ് ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ ഡേ ടു ഡേ ആക്ടിവിറ്റി കാര്യങ്ങളും ഇതിൻ്റെ നിയന്ത്രണമൊക്കെ ഉണ്ടാകുന്നത് ഈ നിയമം അനുസരിച്ചില്ല. GST എന്ന് പറഞ്ഞാൽ പൊതുവിൽ ഇന്ന റേറ്റാണ് എന്ന് പറയുന്നതേ ഉള്ളൂ. പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള നിരോധനമൊക്കെ വേറെ നിയമമാണ്. അതാണ് നമ്മളെ സംബന്ധിച്ച് കേരള ഗെയിമിംഗ് ആക്ട്. അഡീഷണൽ സോളിസിറ്റർ ജനറലിൻ്റെ അല്ല, ഞാനിത് ഈ പാരഗ്രാഫ് ഒന്നും വായിച്ചിട്ടില്ല. അഡീഷണൽ സോളിസിറ്റർ ജനറലിൻ്റെ അഭിപ്രായത്തിൽ ഗെയിമിംഗ് നിരോധനത്തിനുള്ള സംസ്ഥാനങ്ങളുടെ അവകാശം നിലനിൽക്കുന്നുണ്ടെന്നും കൗൺസിൽ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതവിടുത്തെ മിനിസ്ട്രി വന്നിട്ടുണ്ട്, ബില്ലിലുമുണ്ട്. കൂടാതെ കരട് ബില്ലിലെ 5ാമത്തെ ഖണ്ഡത്തിൽ ഇത് പറയുന്നുണ്ട്. ഇതുവഴി സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ഗെയിമിങ്ങിനെ നിരോധിക്കുവാൻ ഈ നിയമം നിർമ്മിക്കുന്നതിന് തടസ്സമില്ല. അതുകൊണ്ട് അതൊരു സാങ്കേതിക പ്രശ്നം പറയുന്നതല്ല. അങ്ങ് ചോദിച്ചതെന്ന് ആ പോയിന്റ് തന്നെയാണ് പറയാനുള്ളത്. അതായത് ഈ ഗെയിമുകൾ നമ്മുടെ സംസ്ഥാനത്തില്ലെങ്കിൽ അതിൻ്റെ അധാർമികതയെ അംഗീകരിക്കുന്നുണ്ട്, അത് നിരോധിക്കുകയാണ്, അങ്ങനത്തെ ഗെയിമുകളില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഗെയിമുകളില്ലാത്ത പശ്ചാത്തലത്തിൽ അതിൻ്റെ നികുതി ഇവിടെ പ്രസക്തമല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഭേദഗതി നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ പോരെ? സാർ, നമ്മുടെ ഇപ്പോൾ ഈ 102 ഈ ബില്ലിൻ്റെ അമെൻമെൻറ്റ് ചെറിയ 2 പേജ് ബില്ലാണ്. അതിനകത്ത് ആഫ്റ്റർ ക്ലോസ് 102 ദ ഫോളോയിങ് ക്ലോസ് ഷാൽ ബി ഇൻസെർട്ടഡ്, നെയിംലി 102A സ്പെസിഫൈഡ് ആക്ഷണബിൾ ക്ലെയിം. അതിനകത്ത് നിലവിലുള്ള കുറേ കാര്യങ്ങളിൽ നമുക്ക് വളരെ പ്രസക്തമായ ഒരു നിയമമുണ്ട് സർ. 1 ബെറ്റിംഗ്, 2 കാസിനോസ്, 3 ഗാംബ്ലിംഗ്, 4 ഹോഴ്സ് റേസിംഗ്, 5 ലോട്ടറി. നമ്മുടെ ഇവിടെ ലോട്ടറി നടത്തിക്കൊണ്ടിരിക്കുന്നില്ല. ഒരു നിയമം, ടാക്സ് ഫിക്സ് ചെയ്യുന്നൊരു നിയമം വേണ്ടേ? ലോട്ടറി, ഓൺലൈൻ മണി ഗെയിമിംഗ്. സർ, ഈ ലോട്ടറിക്ക് 28% ആണ്. നമ്മൾ വളരെ നിർബന്ധമായി വ്യത്യസ്തമായ എൻട്രികളിൽ ഇടണം. വ്യത്യസ്തമായ എൻട്രികളിൽ ലോട്ടറി പ്രത്യേക ഒരു എൻട്രി വന്നില്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ നിരോധിച്ച് ലോട്ടറിയും പോകും. ഇവിടെ ഈ ലോട്ടറി നമുക്ക് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. അപ്പോൾ ലോട്ടറി പോലെയുള്ള വ്യത്യസ്തമായി അവിടെ നിൽക്കുകയും നമുക്ക് നിരോധിക്കുകയും ചെയ്യാം. ഓൺലൈൻ ലോട്ടറി തന്നെ നമ്മൾ നിരോധിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞത്. കർണാടകത്തിൽ അവിടെ ഈ കുതിര ഓട്ടം, വലിയ കുതിര ഓട്ട മത്സരം, വളരെ അത് വളരെ വലിയ ഒരു വരുമാനമാണ് കർണാടകത്തിലും ബംഗാളിലും ഉണ്ട്. ഇതുപോലെ ചില സ്റ്റേറ്റിലുണ്ട്. പക്ഷേ അവിടെ ലോട്ടറി നിരോധിച്ചിട്ടുണ്ട്, അവിടെ ഈ കാസിനോസ് നിരോധിച്ചിട്ടുണ്ട്. കാസിനോ കാര്യമായിട്ടുള്ളത് 2 സ്റ്റേറ്റിലാണ്. ഒന്ന് പ്രധാനം ഗോവയാണ്, മറ്റൊന്ന് സിക്കിമാണ്. അങ്ങ് ഏറെക്കുറെ ഞങ്ങൾ പറഞ്ഞ സ്പിരിറ്റിനോട് യോജിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇൻ ബിറ്റ്വീൻ ദ ലൈൻ ഞാൻ മനസ്സിലാക്കുന്നത്. സർ, അതാണ് എന്ന് ഒരിക്കൽ അങ്ങക്ക് ഈ സഭയ്ക്കൊരു അഷുറൻസ് തരരുതോ? ഇവിടെ ഈ കുതിരപ്പന്തയം പോലെ, അല്ലെങ്കിൽ ചൂതാട്ടം പോലെ, അതല്ലെങ്കിൽ കാസിനോ പോലെയുള്ള ഒരു ഓൺലൈൻ ഗെയിം പോലെയുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ് വളരെ ശക്തമായ നിലപാടാണ്. ഞങ്ങൾ ഒരു കാരണവശാലും അതിന് പെർമിഷൻ കൊടുക്കില്ല എന്ന് ഈ സഭയ്ക്ക് അഷുറൻസ് തരാമോ? സാർ, അത് നേരത്തെ തന്നെ ഈ സഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കാര്യത്തിനകത്ത് ഇടപെട്ട് പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ ഗെയിമിംഗ്, റമ്മിയുടെ പേരിലുള്ള ആത്മഹത്യയൊക്കെ വന്ന ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്കൊന്നും ഞങ്ങൾ ഈ 2ാം പിണറായി സർക്കാർ വരുമ്പോൾ 1ാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് തന്നെയാണ് ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുള്ളത്, നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. നമ്മുടെ സമീപനം അത് തന്നെയാണ്. ഓൺലൈൻ ഗെയിമിംഗ്, പിന്നെ ഓൺലൈൻ റമ്മിയൊക്കെ ഈ ഗെയിമിംഗ് വരുന്നതാണ്. അതിനകത്ത് ധാരാളം അപകടമുണ്ട്. അത് നമ്മൾ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് സാർ നമുക്കുള്ളത്. അതിനകത്ത് നമുക്ക് തർക്കമില്ല സാർ. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ കാര്യത്തിനകത്തില്ല. ഇങ്ങനൊരു ഇത് വന്നില്ലെങ്കിൽ ഇതിൻ്റെ ഈ പറഞ്ഞ നിയമപരമായ പ്രശ്നമുണ്ട് സാർ. ഇതിനകത്ത്
ഈ കോടതിയും കേസും ഒക്കെ ഇതിനകത്ത് പലതിലുണ്ട്. നമ്മൾ നേരത്തെ കൊണ്ടുവന്ന അമെൻമെൻറ്റിനും ഹൈക്കോടതി കൊണ്ടുവന്ന നമ്മുടെ നിരോധനം തള്ളി ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിൽ കിടക്കുകയാണ്. സാർ, ഇത് വന്നതിന് ശേഷം ഇത് പാസ്സാക്കിയിട്ടുള്ള സ്റ്റേറ്റുകൾ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പം രാഷ്ട്രീയമായിട്ടെല്ലാ സ്റ്റേറ്റുകളൊക്കെ ചെയ്യേണ്ടതാണ്. കർണാടക പാസ്സാക്കിയിട്ടുണ്ട് സാർ, കോൺഗ്രസിൻ്റേതായിരുന്നു. കർണാടക പാസ്സാക്കിയിട്ടുണ്ട്. പിന്നെ രാജസ്ഥാൻ നേരത്തെ തന്നെ ഓർഡിനൻസ് ഇറക്കിയിട്ടുണ്ട്. നേരത്തെ, അതായത് പുതിയ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് തന്നെ ഇതിനകത്ത് മിക്കവാറും എല്ലാ സ്റ്റേറ്റും ഒന്നുകിൽ ഓർഡിനൻസ് അല്ലെങ്കിൽ ഇത് പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ ഈ ഒരു കാര്യം ഇതെല്ലാം കൂടെ വെച്ചിട്ട് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് അതിനകത്ത് ഈ കാസിനോസ് പോലുള്ള കാര്യങ്ങളിൽ നിന്നും വരുമാനം ഉണ്ടാക്കാനോ അത്തരം കാര്യങ്ങളിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി അല്ലെങ്കിൽ ഇതുപോലുള്ള ചൂതാട്ടത്തിനോ വരുമാനം ഉണ്ടാക്കാനൊന്നും താല്പര്യപ്പെടുന്ന ഒരു സ്റ്റേറ്റല്ല നമ്മൾ. പക്ഷേ ലോട്ടറി ഈ എൻട്രികൾ, പ്രത്യേക എൻട്രികൾ വെച്ചിട്ട് ഈ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. അതിനകത്ത് ഇത് പാസ്സാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ലോട്ടറി ഉൾപ്പെടെയുള്ള അതെല്ലാം ഇപ്പം ഇത് കിടക്കുന്നതാണ്, അതിനുൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക്. അതുപോലെ GST കൗൺസിൽ മിനിറ്റ്സിനകത്ത് തന്നെ അഡീഷണൽ അറ്റോർണി ജനറലിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ സെക്രട്ടറിയുടെ ഉൾപ്പെടെ മിനിറ്റ്സ് ഇട്ട് തന്നെ നമ്മൾ നിർബന്ധമായും GST കൗൺസിൽ മിനിറ്റ്സിൽ ആ മിനിറ്റ്സ് ചേർക്കണം, ഞങ്ങളുടെ അഭിപ്രായം കൂടി ചേർക്കണം എന്ന് പറഞ്ഞ് തന്നെ ഞങ്ങൾ ആ GST കൗൺസിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതുകൊണ്ട് വേറെ അപകടം വരുന്ന ഒരു സ്ഥിതിയില്ല ഈ നിയമത്തിൻ്റെ. എപ്പോഴും ഈ നിയമം ടാക്സിന് അതിൻ്റെതാണെന്നേ പറയത്തുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം ലക്ഷറി ഐറ്റത്തിന് 28% ഉണ്ട്. ഏറ്റവും കൂടിയ ടാക്സ് ഇപ്പോൾ 28% ആണ്. 18% ഉള്ളതുണ്ട്, 12% ഉള്ളതുണ്ട്. പ്ലീസ് 2 ബില്ല് കൂടി ഉണ്ട്. ഇനി അങ്ങനെ ഇൽഡ് ചെയ്യണ്ട ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. 2 ബില്ല് കൂടി ബാക്കിയുണ്ട്. ഓൺലൈൻ ഗെയിമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കുട്ടികൾക്കിടയിൽ, സാർ ഞാൻ പറയുന്നത് പ്രായപൂർത്തിയായ ആളുകൾക്ക് ഒക്കെയാണ്, പക്ഷെ കുട്ടികൾക്കിടയിൽ ഈ PUBG, ബ്ലൂ വെയിൽ അങ്ങനെയുള്ള ഒരുപാട് ഓൺലൈൻ ഗെയിം കുട്ടികൾക്കിടയിൽ തന്നെ വ്യാപകമായിട്ട് അവരുടെ മാനസിക സംഘർഷവും അവരുടെ വളർച്ച, മെൻ്റലി ഡിപ്രസ്ഡ് ആവുന്ന ഒരുപാട് ഗെയിമിങ്ങുണ്ട്. അതിനെ സംബന്ധിച്ച് സാറിൻ്റെ താങ്കളുടെ അഭിപ്രായം എന്താ സാർ? സാർ, ഇത് ഓൺലൈൻ ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു എവിടെ നിന്നാണ് എങ്ങനെയാണ് കയറി വരുന്നതെന്ന് അറിയാതെ നിയന്ത്രിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. കുട്ടികളൊക്കെ അപകടത്തിൽപ്പെടുന്നതിനെ പറ്റി കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. അതിനെല്ലാം നമ്മുടെ പോലീസ് നിയമം അനുസരിച്ച് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവിടെയാണ് ഓൺലൈൻ ഗെയിമിങ്ങിൻ്റെ ഞാൻ പറഞ്ഞത് വേറൊരു നിയമമാണ്. ആ നിയമം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. ഇത് വളരെ ഗൗരവതരമായ കാര്യമാണ്. അക്കാര്യത്തിൽ ശക്തമായ നിലപാട് സർക്കാർ എടുക്കേണ്ടതാണ് സാർ. ഇതാണ് പൊതുവിൽ ഈ നിയമം സംബന്ധിച്ച്. അപ്പോൾ ഈ നിയമം നമുക്ക് പാസ്സാക്കുന്ന ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞതിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല സാർ. ഇവിടെ നമ്മുടെ ഒരു കാര്യം മാത്രം പറയാം, GST പിരിവിൻ്റെ കാര്യവും പരാതി സാർ. നമ്മൾ 841 കേസാണ് സാർ ഈ 31 ജനുവരി 2024 വരെ, കഴിഞ്ഞ ഏപ്രിൽ 1, 2023 വരെ പിടിച്ചത് സാർ. അതിനകത്ത് 1685 കോടി രൂപയാണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തത്. അതിൽ 1622 കോടി രൂപ ഖജനാവി വന്നിട്ടുണ്ട് സാർ. അല്ലാതെ പിടിച്ചത് കിട്ടാതിരുന്നിട്ടില്ല. ഇതിനകത്ത് റിവേഴ്സൽ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കൂടെ ഉണ്ട്. റിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് സാധനം മേടിച്ചോണ്ടൊന്നും ഇവിടെ ടാക്സ് അടയ്ക്കണ്ട. നേരത്തെ ഞാൻ ഇതേ സഭയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഗവേഷണത്തിന് വേണ്ടിയിട്ട് മേടിച്ചൊരു സാധനം, വലിയൊരു ആശുപത്രി, അവർക്ക് ടാക്സ് ഇല്ല. അതിവിടെ റെക്കോർഡ് ചെയ്താലേ നമുക്ക് അവിടുന്ന് IGST കിട്ടും. അങ്ങനെ വന്ന പൈസയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നല്ലതുപോലെ ഈ കാര്യം വന്നിട്ടുണ്ട്. ഈ ചെക്ക് പോസ്റ്റുകളുടെ കാര്യം അങ്ങ് പറഞ്ഞു. ചെക്ക് പോസ്റ്റുകളുടെ പ്രസക്തി തീരെ ഇല്ലാതായി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നമ്മുടെ അനുഭവത്തിൽ ചെക്ക് പോസ്റ്റിൻ്റെ അല്ല, ധാരാളം വണ്ടി പരിശോധിക്കേണ്ട അനുഭവം കൂടി ഉണ്ട്. അതുകൊണ്ട് അക്കാര്യം കൂടി വകുപ്പ് ഓരോ അനുഭവത്തിലാണല്ലോ നമ്മൾ പരിശോധിക്കുക. നേരെ ഇപ്പോൾ ഇതിന് പലതും ഈ വ്യാജമായ ഇൻവോയ്സിങ്, ഓവർ ഇൻവോയ്സിങ്, അണ്ടർ ഇൻവോയ്സിങ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ചില ഈ പറഞ്ഞ ഗൗരവതരമായ കാര്യങ്ങൾ ഞങ്ങൾ പലതും പരിശോധിച്ച് പിടിക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലാടിസ്ഥാനത്തിൽ ഓഫീസിൻ്റെ സൗകര്യങ്ങളും സ്ഥലവും ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ആ കാര്യം പരിശോധിക്കാം, നോക്കിയിട്ട് അതിനകത്ത് പോസിറ്റീവായിട്ട് ആ കാര്യങ്ങൾ എടുക്കാം എന്നുള്ളതാണ് കാസർഗോഡ് സംബന്ധിച്ച്. കാസർഗോഡ് ഓഫീസിൻ്റെ കാര്യം സാർ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നേരത്തെ ഉള്ളതിനകത്തും ചർച്ച നടക്കുമ്പോൾ ബഡ്ജറ്റിൻ്റെ ചർച്ച നാളെയും കൂടിയുണ്ട്. കേരളം കടം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം പറയുന്നൊരു ന്യായമില്ല. കേരളത്തിൻ്റെ കടം 5 ലക്ഷം ആകുന്നു, കേരളം മാത്രമേ പറയുന്നുള്ളൂ എന്നൊക്കെ അങ്ങ് ഇവിടെ പറഞ്ഞു. അങ്ങ് മാത്രമല്ല, മെമ്പർമാർ പറഞ്ഞു, ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ ഉൾപ്പെടെ പറഞ്ഞു. സാർ, ഇന്ന് സുപ്രീം കോടതിയിൽ കേസുണ്ടായിരുന്നു, ഞാൻ രാവിലെ പറഞ്ഞു. ഇന്ന് ആ കേസിനകത്ത് സുപ്രീം കോടതി പറഞ്ഞു ഈ പറയുന്ന കാര്യത്തിനകത്തൊക്കെ എന്തോ ഗ്രൗണ്ട് ഉണ്ടെന്നുള്ളതുകൊണ്ടായിരിക്കും സുപ്രീം കോടതി ചോദിച്ചു, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിൽ ഈ പ്രശ്നം പറയുന്നു. യൂണിയൻ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുള്ള ഈ തർക്ക പ്രശ്നങ്ങൾ നിങ്ങൾ കോടതി എന്ന നിലയില്ല, നിങ്ങൾക്ക് തമ്മിൽ സംസാരിച്ച് ഈ കാര്യങ്ങൾ, ന്യായമായ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് ഒന്ന് സംസാരിച്ച് അത് തീർക്കുന്നതല്ലേ നല്ലത്. അത് ചെറിയൊരു കാര്യമില്ല സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ സഭയിൽ വരുന്ന ചർച്ചകളെക്കാളും പോസിറ്റീവായ കാര്യങ്ങളാണ് എന്നുള്ളത്
ബഹുമാനപ്പെട്ട പ്രതിപക്ഷ മെമ്പർമാർ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് നമ്മൾ പറഞ്ഞ ആർഗ്യുമെൻറ്റിനകത്ത് നിങ്ങൾ പരസ്പരം ഒന്ന് ചർച്ച ചെയ്യണം, അതിൻ്റെ ചർച്ച ചെയ്യുന്നതിൻ്റെ കാര്യം ചർച്ച ചെയ്യണം. ഈ ഇഷ്യൂ ഉണ്ടെന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് ചർച്ച ചെയ്യുന്ന കാര്യം. അതാണ് ബഹുമാനപ്പെട്ട കെ പി മോഹനൻ മെമ്പർ, അദ്ദേഹം അവിടെ വളരെ പ്രശസ്തമായ ഒരു പത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പത്രത്തിൽ ഇന്ന് വന്ന വാർത്ത, പടയണി പത്രം വന്ന വാർത്ത അദ്ദേഹം നേരത്തെ പറയുക, ആ പടയണി പത്രം. അപ്പോൾ ഞാൻ പറഞ്ഞ കോടതിയിൽ അത് ഞാനിത് ഈ പത്രത്തിൻ്റെ കാര്യം പറഞ്ഞെങ്കിലും വളരെ ഗൗരവതരമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെപ്പറ്റി, പ്രത്യേകിച്ചും ഫിസ്ക്കൽ ഫെഡറലിസത്തെ പറ്റി വളരെ സീരിയസ് ആയ ചർച്ച കഴിഞ്ഞ 2 വർഷക്കാലമായി വരികയാണ്. കഴിഞ്ഞൊരു 6 മാസമായി വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ്. പ്രധാനപ്പെട്ട പല പത്രങ്ങളുടെ എഡിറ്റോറിയൽ, ഇപ്പോൾ ഇന്ന് ബിസിനസ് സ്റ്റാൻഡേർഡിലുണ്ട്, ഇന്നലെ എക്സ്പ്രസ്സിലുണ്ട്, പല പത്രങ്ങളിലും ഫിസ്ക്കൽ ഫെഡറലിസത്തെ സംബന്ധിച്ച് ഡൽഹിയിൽ നടന്ന സമരം, അതിന് പിന്നീട് ഇങ്ങോട്ടുള്ളത്, അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ പറ്റി വളരെ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇങ്ങനൊരു കാര്യം പറഞ്ഞു എന്നുള്ളത്, നമുക്ക് രാഷ്ട്രീയമെല്ലാം വ്യത്യസ്തമായി ഉണ്ടെങ്കിലും സ്റ്റേറ്റിൻ്റെ പൊതു താല്പര്യം ഉന്നയിക്കുന്നതിന് നമുക്ക് പറ്റുന്നുണ്ട്. അക്കാര്യത്തിനകത്ത് ബഹുമാനപ്പെട്ട ഏറ്റവും ഉയർന്ന നീതിപീഠം തന്നെ ഇങ്ങനൊരു കാര്യത്തിനകത്ത് ഇടപെട്ടു എന്നുള്ളതും സന്തോഷകരമായൊരു കാര്യമാണ്. അത് ഞാൻ ഈ സഭയിൽ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ബില്ല് പാസ്സാക്കി തരണം. ശ്രീ വി കെ പ്രശാന്ത്, അങ്ങയുടെ 1A നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടുകൂടി ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ശ്രീ എന്നെ നെല്ലിക്കുന്ന്, അങ്ങയുടെ 2B നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടുകൂടി ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2024 കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി ഭേദഗതി ബിൽ പരിഗണനക്കെടുക്കണമെന്ന പ്രമേയത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ? പ്രമേയം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പരിഗണനക്കെടുക്കുന്നു. വകുപ്പ് തിരിച്ചുള്ള പരിഗണന, 2ാം വകുപ്പ് ഭേദഗതി, ഇനി പറയുന്ന ഭേദഗതി അവതരിപ്പിക്കാവുന്നതാണ്. ഭേദഗതി നമ്പർ 141, 185, 199 ശ്രീ പി അബ്ദുൽ ഹമീദ്, നോട്ട് ഇൻ ദ സീറ്റ്. 145 ടി പി രാമകൃഷ്ണൻ, യെസ്. 146 AC മൊയ്തീൻ, യെസ്. 147 DK മുരളി, നോട്ട് ഇൻ ദ സീറ്റ്. 148 DK പ്രസേനൻ, യെസ്. 149, 177, 193 ശ്രീ എന്നെ നെല്ലിക്കുന്ന്, യെസ്. 153 ശ്രീ KU ഗണീഷ് കുമാർ, യെസ്. 155 ശ്രീ M വിജിൻ, നോട്ട് ഇൻ ദ സീറ്റ്. 156 ശ്രീ പി നന്ദകുമാർ, യെസ്. 157, 159, 202 ശ്രീ നജീബ് കാന്തപുരം, യെസ്. 161, 174 ഡോക്ടർ N ജയരാജ്, നോട്ട് ഇൻ ദ സീറ്റ്. 162 ശ്രീ TI മധുസൂദനൻ, നോട്ട് ഇൻ ദ സീറ്റ്. 163 ശ്രീ ടി സിദ്ദീഖ്, യെസ്. 166, 171, 176, 201, 206, 207 ശ്രീ മോൻസ് ജോസഫ്, നോട്ട് ഇൻ ദ സീറ്റ്. 167 ശ്രീ കെ ബാബു തൃപ്പൂണിത്തറ, നോട്ട് ഇൻ ദ സീറ്റ്. 172 ശ്രീ M രാജഗോപാലൻ, നോട്ട് ഇൻ ദ സീറ്റ്. 173 ശ്രീ PP ചിത്തരഞ്ജൻ, യെസ്. 175 ശ്രീ KM സച്ചിൻ ദേവ്, നോട്ട്, യെസ്. 181 ശ്രീമതി ദലീമ, യെസ്. 182 ശ്രീ K ബാബു നെന്മാറ, യെസ്. 183 ശ്രീ KK രാമേന്ദ്രൻ, യെസ്. ഈ പറയുന്ന ആളൊന്ന് കൈപൊക്കിയാൽ ചേർന്ന കുറച്ച് സൗകര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു യൂണിലാറ്ററൽ പ്രോസസ്സായിട്ട് മാറും. ഇനി പറയുന്ന കാരണത്താൽ താഴെ പറയുന്ന ഭേദഗതി അവതരിപ്പിക്കേണ്ടതില്ല. 142, 143, 144 141 തുല്യം. 150, 151, 152 149 തുല്യം. 154, 153 തുല്യം. 158, 159, 160 157 തുല്യം. 164, 165 163 തുല്യം. 168, 169, 170 167 തുല്യം. 178, 179, 180 177 തുല്യം. 184, 183 തുല്യം. 186, 187, 188 185 തുല്യം. 190, 191, 192 189 തുല്യം. 194, 195, 196 190 തുല്യം. 197, 198, 200 199 തുല്യം. 203, 204, 205 202 തുല്യം. ഇനി 2ാം വകുപ്പും ബില്ലിൻ്റെ ഭാഗമാക്കുക. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ എന്തെങ്കിലും ഉണ്ടോ? ഇനി 2ാം വകുപ്പും ബില്ലിൻ്റെ ഭാഗമാക്കാവുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 2ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 3ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതിയിൽ അവതരിപ്പിക്കാവുന്നതാണ്. ഭേദഗതി നമ്പർ 209 ശ്രീ നജീബ് കാന്തപുരം, യെസ്. 216 ശ്രീ PK ബഷീർ, നോട്ട് ഇൻ യെസ് യെസ്. 220 ശ്രീ K പ്രേംകുമാർ, നോട്ട് ഇൻ ദ സീറ്റ്. 221 ശ്രീ PC വിഷ്ണുനാഥ്, യെസ്. 226 ശ്രീ UA ലത്തീഫ്, യെസ്.
ഇനി പറയുന്ന കാരണത്താൽ താഴെ പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കേണ്ടതില്ല. 208 ക്രമപ്രകാരമല്ല. 210 മുതൽ 215 വരെ 209 തുല്യം. 217, 218, 219, 216 തുല്യം. 222 മുതൽ 225 വരെ 221 തുല്യം. ഇനി മൂന്നാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാകുന്ന പ്രശ്നത്തെ അനുകൂലിക്കുക. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ഭേദഗതികൾ തള്ളിയിരിക്കുന്നു. ഇനി മൂന്നാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാവുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ മൂന്നാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. നാലാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. ഭേദഗതി നമ്പർ 227 ശ്രീ മഞ്ഞളാങ്കുവേലി യെസ്. 228 ശ്രീ എന്നെ നെല്ലിക്കുന്ന്. ഇനി പറയുന്ന കാരണത്താൽ താഴെ പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കേണ്ടതില്ല. 229, 230, 231, 228 തുല്യം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, നാലാം വകുപ്പ് ഭേദഗതികളെല്ലാം തള്ളിയിരിക്കുന്നു. ഈ നാലാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാവുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ നാലാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. അഞ്ചാം വകുപ്പ് 232 ശ്രീ മോൻസ് ജോസഫ് നോട്ട് ഇൻ ദ സീറ്റ്. 233 ശ്രീ പി ഉബൈദുള്ള യെസ്. 237 ശ്രീ എ കെ മാഷ്റഫ് യെസ്. 241 ഡോക്ടർ എൻ ജയരാജ് നോട്ട് ഇൻ ദ സീറ്റ്. ഇനി പറയുന്ന കാരണത്താൽ താഴെ പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കേണ്ടതില്ല. 234, 235, 236, 233 തുല്യം. 238, 239, 240, 237 തുല്യം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ഭേദഗതികളെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി അഞ്ചാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ബില്ല് അഞ്ചാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. ആറാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 242, 243, 244 ശ്രീ മോൻസ് ജോസഫ് നോട്ട് ഇൻ ദ സീറ്റ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ഭേദഗതികളെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി ആറാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ആറാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. ഒന്നാം വകുപ്പും പീഠികയും പേരും ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. ഭേദഗതി നമ്പർ 108, 134 ശ്രീ എന്നെ നെല്ലിക്കുന്ന് യെസ്. 113 ശ്രീ സജീവ് ജോസഫ് യെസ്. 116, 131 ശ്രീ എൻ ഷംസുദ്ദീൻ യെസ്. 120 ശ്രീ സി ആർ മഹേഷ് നോട്ട് ഇൻ ദ സീറ്റ്. 121 ഡോക്ടർ എൻ ജയരാജ് നോട്ട് ഇൻ ദ സീറ്റ്. 122 ശ്രീ എൽദോസ് പി കുന്നപ്പള്ളി യെസ്. 128 ശ്രീമതി കെ കെ രമ നോട്ട് ഇൻ ദ സീറ്റ്. 137 ശ്രീ നജീബ് കാന്തപുരം യെസ്. ഇനി പറയുന്ന കാരണത്താൽ മറ്റ് ഭേദഗതികൾ അവതരിപ്പിക്കേണ്ടതില്ല. 109 മുതൽ 112 വരെ 108 തുല്യം. 114, 115, 113 തുല്യം. 117, 118, 119, 116 തുല്യം. 120 മുതൽ 127 വരെ 122 തുല്യം. 129, 130, 132, 131 തുല്യം. 133, 135, 136, 134 തുല്യം. 138, 139, 140, 137 തുല്യം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ഔദ്യോഗിക ഭേദഗതി തള്ളിയിരിക്കും. ഭേദഗതികളൊന്നും തന്നെ സ്വീകരിക്കുന്നതല്ല. ഇനി ഒന്നാം വകുപ്പും പീഠികയും പേരും ബില്ലിന്റെ ഭാഗമാക്കാവുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഒന്നാം വകുപ്പും പീഠികയും പേരും ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. മൂന്നാം വായന. സർ, 2024 കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാല അവതരിപ്പിച്ച കേരള സംസ്ഥാന ബിൽ പാസ്സാക്കുന്ന പ്രമേയം അവതരിപ്പിക്കേണ്ടതാണ്. പ്രമേയത്തെ പിന്താങ്ങേണ്ടതാണ്. യെസ്. പ്രമേയം ഇനി 2024 കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന പ്രമേയത്തെ അനുകൂലിക്കുന്നവർ വോയിസ് വോട്ടാണോ? വോയിസ് പോരെ? ഇലക്ട്രോണിക്കാ? യെസ്. യെസ് യെസ് യെസ്. യെസ്, അത് ശരിയാക്കി തരും. പോളിംഗിന് ബെൽ മുഴങ്ങിക്കഴിഞ്ഞാൽ ചെയറിൽ നിന്ന് നിർദ്ദേശം വരുന്നു. അതിനുശേഷം സ്റ്റാർട്ട് പോളിംഗ് എന്ന് ചെയർ അറിയിക്കുമ്പോൾ മാത്രമേ ബഹുമാനപ്പെട്ട അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തേണ്ടുള്ളൂ. റിംഗ് ദ ബെൽ. റിംഗ് ദ ബെൽ. യെസ്, അത് കാണിച്ചല്ലോ. യെസ് യെസ് യെസ്, അത് റിയാക്ക. യെസ് യെസ്.
അത് മാറ്റാം. യെസ് 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 സ്റ്റാർട്ട് പോളിംഗ് ഒന്നും വന്നില്ല. അല്ല റിയൽ യെസ് റീപോളിംഗ് ചെയ്യാം. നമുക്ക് റീപോളിംഗ് ചെയ്യാം. യെസ് റിംഗ് ദ ബെൽ. എങ്ങനെ അത് ഇതാവട്ടെ, സ്റ്റേബിൾ ആവട്ടെ. ഇപ്പം കറക്റ്റ് അല്ല, ബെൽ ചെയ്തിട്ടില്ല. ഇത് കിടക്കുന്നു. ആയിട്ടില്ല, പോളിംഗ് സ്റ്റാർട്ട് ചെയ്തില്ല. ഡോണ്ട് വറി. യെസ് ക്യാൻസൽ ചെയ്തിട്ട് യെസ് യെസ് റീപോളിംഗ്. സ്ക്രീൻ ശരിയായ ആയില്ല. റീപോൾ ചെയ്യാം. റീഫ്രഷ് ചെയ്യുന്നുണ്ട്. പ്ലീസ് വെയിറ്റ്. റീസെറ്റ് ചെയ്യാൻ ഡയറക്ഷൻ കൊടുക്കുക. ഇവിടുന്ന് റീസെറ്റ് ചെയ്യാൻ. അത് ശരിയാവുന്നുണ്ടോ? അല്ലേ, റേസിംഗ് ദ ഹാൻഡ്സ് മതിയാ? ലീഡർ ആരാ ഇദ്ദേഹം? യെസ് 2024 പോളാണ്. 2024 കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി ഭേദഗതി ബിൽ പാസ്സാക്കുന്ന പ്രമേയത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ യെസ്. പ്രമേയം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു. ഈ ടെക്നിക്കൽ എറർ പരിശോധിക്കാം. ഇവിടെ സംഭവിച്ച ടെക്നിക്കൽ എറർ പരിശോധിക്കും.